ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു സ്റ്റഡി ചിപ്സ്. ഇന്ന് നമ്മൾ സ്റ്റഡി ചിപ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 5ാം ക്ലാസ്സിലെ കുട്ടികളുടെ മാത്സിലെ 10ാമത്തെ യൂണിറ്റായ ചതുരക്കണക്കുകൾ അഥവാ റെക്റ്റാങ്കിൾ മാത്ത് എന്ന പാഠഭാഗമാണ്. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. റെക്റ്റാങ്കിൾ മാത്തിലെ ചതുരക്കണക്കുകൾ, അപ്പോൾ ചതുരത്തിൻ്റെ കണക്കുകളിലെ റെക്റ്റാങ്കിളിൻ്റെ മാത്സ് ആണ് പഠിക്കാനുള്ളത്. അപ്പോൾ ഇതെന്താണ് അല്ലേ, 4 സൈഡ്സും ഈക്വൽ ആണല്ലേ, വശങ്ങളെല്ലാം തുല്യമായിട്ടുള്ള ഇതിനെ എന്താണ് പറയുക, സമചതുരം എന്നാണ്. സ്ക്വയർ അല്ലേ, സ്ക്വയർ അല്ലെങ്കിൽ മലയാളത്തിൽ സമചതുരം, അതായത് സമമായിട്ടുള്ള ചതുരം. സപ്പോസ് ഈ ഒരു സൈഡിൻ്റെ ഈ ഒരു വശത്തിൻ്റെ നീളം 3 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഈ സൈഡ് 3 ആയിരിക്കും, ഈ സൈഡ് 3, ഈ സൈഡ് 3 അല്ലേ, എല്ലാ സൈഡുകളും തുല്യമാണ്. അതാണ് എന്ത്, സമചതുരം. എല്ലാ വശങ്ങളും സമമാണ്, സമചതുരം, സ്ക്വയർ എന്ന് പറയും. എന്താണ്, റെക്റ്റാങ്കിൾ ആണല്ലേ, ഇതെന്താണ്, ചതുരമാണ്. ചതുരത്തിൻ്റെ വശങ്ങൾ എന്താണ്, 4 സൈഡും ഈക്വൽ അല്ല, പക്ഷേ 2 സൈഡുകൾ ഓപ്പോസിറ്റുള്ള എതിർവശങ്ങൾ തമ്മിൽ തുല്യമായിരിക്കും അല്ലേ. ഇതേ നീളമല്ലേ ഇവിടെയുള്ള ഈ സൈഡ് ഉള്ളത് അല്ലേ, ഇതേ നീളമാണ് ഇവിടെ താഴെയുള്ള സൈഡ് ഉള്ളത്. അപ്പോൾ ഇത് രണ്ടും ഓപ്പോസിറ്റ് വശങ്ങൾ, എതിർവശങ്ങൾ തുല്യമായിരിക്കും അല്ലേ. സമചതുരത്തിന് എന്താണ്, എല്ലാ വശങ്ങളും തുല്യമായിരിക്കും. ഈ സൈഡ് 1 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഈ സൈഡും എന്താണ്, 1 ആയിരിക്കും അല്ലേ, ഇത് രണ്ടും തുല്യമല്ലേ. ഇവിടെ മുകളിൽ 4 ആണെങ്കിൽ താഴെയുള്ള ഈ വശം, അതിൻ്റെ എതിർവശം അല്ലേ, ഓപ്പോസിറ്റുള്ള സൈഡും 4 ആയിരിക്കും. അപ്പോൾ ഇതാണ് ബേസിക് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്, റെക്റ്റാങ്കിളും സ്ക്വയറും അല്ലേ, സമചതുരവും ചതുരവും. അപ്പോൾ നമ്മുടെ ചതുരക്കണക്കുകൾ റെക്റ്റാങ്കിൾ മാത്തിൽ ഫസ്റ്റ് സമചതുരങ്ങളും ചതുരങ്ങളും അല്ലേ, സ്ക്വയേഴ്സും അതുപോലെ തന്നെ റെക്റ്റാങ്കിൾസും. അപ്പോൾ ചെറിയ സമചതുരങ്ങൾ ചേർത്ത് വെച്ചിട്ടാണ് ഇവിടെ വലിയ ചതുരങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത് അല്ലേ. ചെറിയ ചെറിയ സമചതുരങ്ങൾ, ഈക്വൽ സൈഡ്സുള്ള സമമായിട്ടുള്ള ചതുരങ്ങൾ അല്ലേ, അത് ചേർത്ത് വെച്ചിട്ട് എന്താണ് നമുക്ക് റെക്റ്റാങ്കിളിലെ ഒരു ചതുരം ഉണ്ടാക്കാം അല്ലേ. ഈ ചതുരത്തിൻ്റെ ഒക്കെ ഉള്ളിലുള്ളത് എന്താണ്, സമചതുരങ്ങളാണ്. ആ സമചതുരങ്ങൾ ചേർത്ത് വെച്ചിട്ടാണ് വലിയൊരു ചതുരം ഉണ്ടാക്കിയത് അല്ലേ. അത് ചേർത്ത് വെക്കുമ്പോൾ അതെന്തായി ഒരു ചതുരമായി അല്ലേ. എല്ലാ സൈഡും ഈക്വലാണോ, അല്ല, ഉള്ളിലുള്ളതിൻ്റെ ഓരോ സൈഡ്സും ഈക്വലാണ്. അത് ചേർത്ത് വെച്ചപ്പോൾ വലിയൊരു ചതുരമുണ്ടായി. ഈ കൊച്ചു സമചതുരങ്ങളുടെ എല്ലാം വശത്തിൻ്റെ നീളം 1 സെൻറ്റിമീറ്റർ ആണ്. ചിത്രത്തിലെ ചതുരങ്ങളുടെ എല്ലാം നീളവും ഉയരവും എഴുതാമോ. എന്താണ് നീളവും ഉയരവും അല്ലേ, നീളം എന്നുള്ള ഈ അടിഭാഗത്തുള്ള ഈ അളവാണ് നീളം. ഉയരം എന്ന് പറഞ്ഞാൽ മുകളിലോട്ടുള്ള ഈ സൈഡിലുള്ള നമ്മുടെ ഉയരം എത്രയാണെന്ന് നമ്മൾ ചോദിക്കില്ല. അതായത് നമ്മുടെ താഴെ മുതൽ നമ്മുടെ മേലെ വരെ അല്ലേ മുകളിലോട്ടുള്ള ഉയരം അല്ലേ, ഒരു പെണ്ണിൻ്റെ ഉയരം അല്ലേ, ഒരാളിൻ്റെ ഉയരം അല്ലേ, ഒരു സാധനത്തിൻ്റെ ഉയരം എന്നൊക്കെ പറയുന്നത് നമ്മൾ താഴെ തൊട്ടിട്ട് മുകളിലേക്ക് ഈ ഉയരത്തെയാണ് ഉയരം അല്ലേ. ഇങ്ങനെയുള്ള ഈ സൈഡിലുള്ള ഈ അളവ് അല്ലേ, ഇതാണ് ഉയരം. ഇംഗ്ലീഷിൽ ഹൈറ്റ് എന്ന് പറയും അല്ലേ. ഒരാളിൻ്റെ, ഒരു മനുഷ്യൻ്റെ ഹൈറ്റ് എത്ര അല്ലേ, ഒരു വ്യക്തിയുടെ ഹൈറ്റ് എത്ര, അതായത് ഉയരം എത്രയാണ് അല്ലേ, അങ്ങനെയുള്ളതാണ് ഉയരം എന്ന് പറയുന്നത്. താഴെ ഭാഗത്തുള്ള ഇതാണ് എന്ത്, നീളം, വിഡ്ത്ത് എന്ന് പറയുന്നത്. അപ്പം വിഡ്ത്ത് എത്രയാണ്, ഇവിടെ 1 സെൻറ്റിമീറ്റർ ആണ് ഇവിടെയെങ്കിൽ ഇവിടെ 1 സെൻറ്റിമീറ്റർ, ഇത് 1 സെൻറ്റിമീറ്റർ, അങ്ങനെ 3 സെൻറ്റിമീറ്റർ വിഡ്ത്ത് അല്ലേ നീളം. ഇതിൻ്റെ ഉയരം എത്രയാണ്, 1 സെൻറ്റിമീറ്ററും 1 സെൻറ്റിമീറ്റർ, അങ്ങനെ 2 സെൻറ്റിമീറ്റർ ഉയരം അല്ലേ. സമചതുരം എന്ന് പറഞ്ഞാൽ എല്ലാ സൈഡും 1 സെൻറ്റിമീറ്റർ ആയിരിക്കും അല്ലേ. അപ്പോൾ ഈ ചെറിയൊരു സമചതുരത്തിൻ്റെ അങ്ങനത്തെ 3 സമചതുരങ്ങൾ ചേർത്ത് വെക്കുമ്പോൾ ഇവിടെ 3 സെൻറ്റിമീറ്റർ ആയി അല്ലേ. ഇവിടെ 2 സമചതുരങ്ങൾ ചേർത്ത് വെക്കുമ്പോൾ ഇവിടെ 2 സെൻറ്റിമീറ്റർ ആയി. പേജ് നമ്പർ 112 ഒരു പ്രോബ്ലമാണ് നീളവും ഉയരവും കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ ഇവിടെ ഒരു ചതുരം തന്നിട്ടുണ്ട്. ഈ ചതുരത്തിൻ്റെ നീളം എത്രയാണ്, ഉയരം എത്രയാണ്. നീളം എത്രയാണ്, ഈ താഴെയുള്ള ഈ ലെങ്ത്ത് അല്ലേ, ഇതാണ് നീളം എന്ന് പറയുന്നത്. അതായത് വിഡ്ത്ത് എത്രയാണ്, ഇവിടെ 1 ചതുരണ്ട്, 2, 3, 4, 5, 6. അപ്പോൾ ഇതാണ് 6 സെൻറ്റിമീറ്റർ അല്ലേ. ചെറിയതിൻ്റെ നീളം എത്രയാണ്, 1 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ഇങ്ങനത്തെ ഓരോ സെൻറ്റിമീറ്ററുള്ള ചെറിയ ചെറിയ 6 കഷ്ണങ്ങൾ ചേർത്ത് വെച്ചിട്ട് ഇവിടെ താഴെയുള്ള നീളം എത്രയാണ്, 6 ആണല്ലേ. 6 സെൻറ്റിമീറ്റർ ആണ് നീളം. ഉയരം എത്രയാണ്, ഉയരം എന്ന് പറഞ്ഞാൽ ഇവിടെ നിങ്ങട്ടുള്ള ഹൈറ്റിനെയാണ് ഉയരം എന്ന് പറയുന്നത്. ഹൈറ്റ് എത്രയാണ്, ഇങ്ങനെയുള്ള ഈ ഹൈറ്റ് അല്ലേ, ഇവിടുന്ന് എല്ലാ വശങ്ങളും എന്താണ്, 1 സെൻറ്റിമീറ്റർ ആണ്. ഈ സൈഡും ഒന്നാണ്, ഈ സൈഡ് എല്ലാ സൈഡും ഒന്നാണ്. അപ്പോൾ നമ്മുടെ ഈ ഉയരം എന്ന് പറഞ്ഞാൽ ഈ ഒരു സൈഡ് മാത്രം നോക്കിയാൽ അത് എത്രയാണ്, 1 സെൻറ്റിമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ ചതുരത്തിൻ്റെ റെക്റ്റാങ്കിളിൻ്റെ നീളം എത്രയാണ്, ഇവിടെ താഴെ അഥവാ 3 ചതുരങ്ങളുണ്ട് അല്ലേ, 3 സമചതുരങ്ങളുണ്ട്, 1, 2, 3. അപ്പോൾ ഇവിടെ എത്രയാണ്, 3 സെൻറ്റിമീറ്റർ ആണ്. ഉയരം എത്രയാണ്, 2 സമചതുരങ്ങളാണ് ഉള്ളത് അല്ലേ, 1, 2 അല്ലേ. 1 സെൻറ്റിമീറ്റർ ആണ് ഒരു ചതുരത്തിൻ്റെ നീളം. അപ്പോൾ അടുത്തത് ഒന്നുകൂടി അല്ലേ, 1, 2 സെൻറ്റിമീറ്റർ. അടുത്തത് എന്താണ്, ഒരു സമചതുരാണല്ലേ, ഇവിടേക്കും 3, ഇതും 3 അല്ലേ, എല്ലാ വശങ്ങളും 3 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ നീളവും ഉയരവും എല്ലാം എന്താണ്, 3 ആണ് അല്ലേ. സമചതുരത്തിൻ്റെ പ്രത്യേകത എന്താണ് അല്ലേ, സൈഡ്സ് എല്ലാം ഈക്വൽ ആയിരിക്കും, വശങ്ങൾ തുല്യമായിരിക്കും, സമമായിരിക്കും. അപ്പോൾ ഇവിടെയും 3 ആണ്, ഇവിടെയും 3 ആണ്. അപ്പോൾ നീളം എന്ന് പറയുന്നത് ഏതാണ് അല്ലേ, നീളം 3 ആണ്, വിഡ്ത്ത് 3 ആണ്, ഉയരം അല്ലേ, എങ്ങനെയുള്ള നീളമാണ് ഉയരം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഉയരം എത്രയാണ്, നമ്മുടെ ഹൈറ്റും 3 ആണ്. ഇനി ഇവിടെ എത്ര സമചതുരങ്ങളുണ്ട്, 1, 2, 3, 4, 5, 6, 7, 8, 9 എണ്ണം ഉണ്ടല്ലേ. അപ്പോൾ ഇവിടെയുള്ള ഈ നീളം എന്ന് പറയുന്നത് 9 സെൻറ്റിമീറ്റർ ആണ് അല്ലേ. ഒന്നിൻ്റെ നീളം 1 ആണ് അല്ലേ, 1 സെൻറ്റിമീറ്റർ ആണ്. അങ്ങനത്തെ 9 എണ്ണത്തിൻ്റെ നീളം 9 സെൻറ്റിമീറ്റർ. ഉയരം എന്ന് പറയുന്നത് എത്ര, ഇവിടുന്ന് ഇവിടെ ഉള്ളത് 1 സെൻറ്റിമീറ്റർ ആണ്. ഇവിടെ ഇത്ര 4 സമചതുരങ്ങൾ ഉണ്ടല്ലേ. അപ്പോൾ 4 സെൻറ്റിമീറ്റർ നീളം,
ഉയരം എത്ര ഉണ്ട്? ഇവിടേക്ക് 3 സെൻറ്റിമീറ്റർ അല്ലേ, 3 സമചതുരങ്ങളാണുള്ളത്. അപ്പോൾ ഉയരം നമ്മുടെ ഹൈറ്റ് എത്രയാണ്? 3 സെൻറ്റിമീറ്റർ. താഴെ എത്ര സമചതുരങ്ങളുണ്ട്? 1 2 3 4 5 6. അപ്പോൾ 6 സെൻറ്റിമീറ്റർ അല്ലേ. ഒന്നിൻ്റെ നീളം 1 സെൻറ്റിമീറ്റർ. അപ്പോൾ 6 സമചതുരങ്ങളുടെ നീളം 6 സെൻറ്റിമീറ്റർ. ഉയരം 2 എണ്ണമുള്ളത് അല്ലേ, 2 സെൻറ്റിമീറ്റർ. ഒന്നിൻ്റെ നീളം 1 1 1 2 2 സെൻറ്റിമീറ്റർ. ഇവിടെ എത്ര സമചതുരങ്ങളുണ്ട് അല്ലേ? 12 എണ്ണം ഉണ്ട്. നോക്കൂ, 12 സമചതുരങ്ങളുടെ ഈ നീളം എത്രയാണ്? നീളം വിഡ്ത്ത് അല്ലേ, ഈ വിഡ്ത്ത് എത്രയാണ്? 12. നമ്മുടെ ഹൈറ്റ് ഉയരം എത്രയാണ്? 1 സെൻറ്റിമീറ്റർ എന്നല്ലേ ഇവിടെ ഉള്ളത്, 1 സെൻറ്റിമീറ്റർ. അതിരിൻ്റെ അളവ്. കുട്ടികൾ ഉണ്ടാക്കിയ എല്ലാ ചതുരങ്ങളുടെയും അതിരുകളിൽ നിറമുള്ള നൂൽ മുറിച്ച് ഒട്ടിച്ചിട്ടുണ്ട്. ആദ്യത്തെ ചതുരത്തിന് ചുറ്റും ഒട്ടിക്കാൻ ആകെ എത്ര നൂൽ വേണ്ടി വന്നു? എല്ലാ ചതുരങ്ങളിലെ അരികുകളിൽ നിറമുള്ള നൂല് മുറിച്ചൊട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അരികുകൾ സൈഡുകളിലെല്ലാം എന്താണ് നൂലിങ്ങനെ ചുറ്റൊട്ടിക്കണം. അതാണ് അതിരിൻ്റെ അളവ് കിട്ടാനില്ലേ, അതിരിൻ്റെ അതായത് ചുറ്റളവിലെ ചുറ്റും ഒട്ടിക്കണം. അപ്പോൾ ഇവിടുന്ന് 1 സെൻറ്റിമീറ്റർ വേണം, ഇവിടേക്കും ഒരു നൂല് 6 സെൻറ്റിമീറ്റർ. ഈ സൈഡിലേക്കും എന്താണ്, ഈ സൈഡ് ഒന്നാണെങ്കിൽ ഈ സൈഡ് ഒന്നായിരിക്കും അല്ലേ. ഇവിടെ 6 സെൻറ്റിമീറ്റർ ആണെങ്കിൽ നമ്മുടെ ചതുരം റെക്റ്റാങ്കിളിൻ്റെ ഈ സൈഡ് എന്തായിരിക്കും? 6 ആയിരിക്കും അല്ലേ. ഓപ്പോസിറ്റ് സൈഡ്സ് എതിർവശങ്ങൾ ഈക്വൽ ആയിരിക്കും, തുല്യമായിരിക്കും. അപ്പോൾ ഇവിടെ ഒരു 6 സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു നൂലെടുക്കുക. ഇവിടെ 1, വീണ്ടും ഇവിടേക്കും 1 സെൻറ്റിമീറ്റർ, ഇവിടേക്കും 6. അപ്പോൾ ഇതല്ല ചുറ്റുള്ള ഈ അളവ്, അതിനെയാണ് നമ്മൾ ചുറ്റളവ് എന്ന് പറയുന്നത്. അപ്പോൾ ഏതൊക്കെ കൂട്ടണം? 6 + 6 + 1 + 1 6 6 12 12 13 14. 14 സെൻറ്റിമീറ്റർ എന്ന് നമുക്ക് കിട്ടും അല്ലേ. താഴെയും മുകളിലെയും വശങ്ങൾക്ക് 6 സെൻറ്റിമീറ്റർ വീതം, ഇടതും വലതും വശങ്ങൾക്ക് 1 സെൻറ്റിമീറ്റർ വീതം, ആകെ 14 സെൻറ്റിമീറ്റർ. ചതുരത്തിൻ്റെ ചുറ്റുമായി എടുക്കുന്ന ഈ അളവിനെ ചതുരത്തിൻ്റെ ചുറ്റളവ് എന്നാണ് പറയുന്നത്. ഈ ചതുരത്തിൻ്റെ ചുറ്റുമായിട്ടാണ് നമ്മൾ എടുക്കുന്നത്, ചുറ്റുമുള്ള അളവ്, അതാണ് ചുറ്റളവ്, പെരിമീറ്റർ. ചുറ്റളവ് എന്ന് പറയുന്നത് ഇംഗ്ലീഷിൽ പെരിമീറ്റർ എന്ന് പറയും. ചതുരത്തിൻ്റെ ചുറ്റുമുള്ള അളവ് അല്ലേ, നമുക്ക് ഒരു വസ്തുവിൻ്റെ ചുറ്റുമുള്ള അളവ് കിട്ടാനല്ലേ, അതിൻ്റെ ചുറ്റുമുള്ള എല്ലാ അളവുകളും കൂട്ടി എഴുതുക അല്ലേ. അതായത് ഇവിടെ 1 സെൻറ്റിമീറ്റർ കൂട്ടുക, 6 1 6, ഇതെല്ലാം കൂടി കൂട്ടി എഴുതുക, ചുറ്റുമുള്ള അളവില്ലേ, ചുറ്റളവ്, പെരിമീറ്റർ. പേജ് നമ്പർ 113 എന്താണ്? ചതുരത്തിൻ്റെ നീളവും ഉയരവും നമ്മൾ ആദ്യം കണ്ടുപിടിച്ചു, അതിൻ്റെ ചുറ്റളവ് കാണാനുണ്ട് അല്ലേ. നീളം എന്ന് പറയുന്നത് ഏതാണ്? ഈ വിഡ്ത്ത് അല്ലേ, ഈ വിഡ്ത്ത് താഴെയുള്ളത്. ഉയരം അല്ലേ, ഉയരമാണ് ഇങ്ങനെ മുകളിലോട്ടുള്ളത്, ഉയരം അല്ലേ, ഹൈറ്റ്. അപ്പോൾ നീളവും ഉയരം നമ്മൾ ആദ്യം പഠിച്ചു. നീളം ഉയരം, നീളം ഉയരം അല്ലേ, വിഡ്ത്ത് ഹൈറ്റ്, വിഡ്ത്ത് ഹൈറ്റ് അല്ലേ. വിഡ്ത്ത് എത്ര ഇവിടെ? 6, ഹൈറ്റ് 2 അല്ലേ. നീളം ഉയരമൊക്കെ നമ്മൾ ആദ്യം കണ്ടുപിടിച്ചു. ഇനി അതിൻ്റെ ചുറ്റളവ് കാണാൻ എന്ത് ചെയ്താൽ മതി അല്ലേ, ചുറ്റുമുള്ള അളവ് അല്ലേ. ഇവിടെ നീളം 6 ആണെങ്കിൽ ഇവിടെയും നീളം 6, 6 6 12. ഉയരം 1, ഈ സൈഡിൽ 1 ആണെങ്കിൽ ഈ സൈഡിലും 1, 1 1 2. അപ്പോൾ 12 2 14 ചുറ്റളവ്. ചുറ്റുമുള്ള അളവ് കൂട്ടി നോക്കുക അല്ലേ. ഇവിടെ നീളം 3 ആണെങ്കിൽ ഇവിടെയും 3 അല്ലേ. അപ്പോൾ 3 + 3 6, ഇവിടെ 2 ആണെങ്കിൽ ഇവിടെയും 2, 2 2 4, 6 4 എത്രയാണ്? 10, 6 4 10 അല്ലേ. ചുറ്റളവ് പെരിമീറ്റർ എന്ന് പറയുന്നത് ചുറ്റുമുള്ള അളവാണ്. അതായത് ഈ ഒരു സൈഡ് 3 ആണെങ്കിൽ ഈ സൈഡ് 3 ആയിരിക്കും, അതായത് 3ൻ്റെ ഡബിൾ ഇരട്ടി എടുക്കുക. ഈ സൈഡ് 2 ആണെങ്കിൽ ഈ സൈഡ് 2 ആയിരിക്കും, അതായത് 2ൻ്റെ ഇരട്ടി എടുക്കുക. 3ൻ്റെ ഇരട്ടി 6, 2ൻ്റെ ഇരട്ടി 4, 6 4 10 ഉത്തരമാണ് അല്ലേ. 3 സൈഡുകൾ രണ്ടും തുല്യമാണ് അല്ലേ, വശങ്ങൾ തുല്യമാണ്, നീളവും ഉയരവും 3 ആണ്. അപ്പോൾ ഈ 3ൻ്റെ ഇരട്ടിയും 3ൻ്റെ ഇരട്ടിയും കൂട്ടുക അല്ലേ. ഈ സൈഡ് 3 ആണെങ്കിൽ ഈ സൈഡും എല്ലാ സൈഡും 3 ആണ് അല്ലേ. അപ്പോൾ 3 3 6, 6 + 3 9, 9 + 3 12. ഇനി നീളം 9 ആണ്. അപ്പോൾ ഇവിടുത്തെ നീളവും 9 ആയിരിക്കും. ചുറ്റുമുള്ള എല്ലാ അളവും കൂട്ടണം. അപ്പോൾ ഈ സൈഡ് 9, ഈ സൈഡ് 9, 9 9 കൂട്ടുക. അതുപോലെ ഈ സൈഡ് 1 ആണെങ്കിൽ ഈ സൈഡ് 3, അതായത് 9ൻ്റെ ഇരട്ടി എടുക്കുക, 18 19 20 അല്ലേ, 20. ഈ സൈഡിലെ നീളം എത്രയാണ്? 4 ആണ്. അപ്പോൾ ഇവിടുത്തെ നീളവും 4 ആയിരിക്കും. ഉയരം എത്രയാണ്? ഈ സൈഡിൻ്റെ ഉയരം ഹൈറ്റ് എന്ന് പറയുന്നത് 3 ആണ്. അപ്പോൾ ഇവിടെയുള്ള ഹൈറ്റ് ഉയരം എത്ര ആയിരിക്കും? അത് 3 ആയിരിക്കും. ഇത് 3ൻ്റെ ഇരട്ടി 3 3 അല്ലേ. 3 + 3 6, 4 + 4 8, 8 + 6 എത്രയാണ്? 8 + 6 14. ഇവിടുത്തെ താഴെയുള്ള നീളം 6 ആണ്. അപ്പോൾ മുകളിലും 6, ഈ സൈഡിൽ ഒരു സൈഡിലെ ഉയരം 2 ആണ്, ഈ സൈഡിലും എന്താണ്? 2 ഉണ്ടാവും. അപ്പോൾ 2 + 6 + 2 + 6 അല്ലേ. എല്ലാ വശങ്ങളോടും കൂട്ടുക, ചുറ്റളവ്, ചുറ്റുമുള്ള അളവ്, പെരിമീറ്റർ. എല്ലാ അളവും കൂടി കൂട്ടിയാൽ എത്ര കിട്ടും? 16 എന്ന് കിട്ടും അല്ലേ. 6 6 12 അല്ലേ, 6 6 12, 2 2 4. അപ്പോൾ 12 4 16. ഇനി ഇവിടെ എത്രയാണ്? 12. 12ൻ്റെ ഇരട്ടി എടുക്കുക, ഈ ഉയരത്തിൻ്റെ ഇരട്ടി എടുക്കുക, അതല്ലേ. ഇവിടെ 12 ആണെങ്കിൽ ഈ സൈഡും 12 ആയിരിക്കും. 12 12 24 കിട്ടും. 1 1 2 കിട്ടും അല്ലേ. അപ്പോൾ 24 2 എത്രയായി? 26 എന്ന് കിട്ടും. എല്ലാ സൈഡും കൂടി കൂട്ടുക, ചുറ്റുമുള്ള അളവിലെ 12 + 12 + 1 + 1. അകത്തെ അളവ്. ഇനി പട്ടികയിലെ 1ാമത്തെയും 5ാമത്തെയും ചതുരങ്ങൾ നോക്കൂ. നമ്മളിപ്പോൾ ചെയ്ത പട്ടികയിലെ 1ാമത്തെയും 5ാമത്തെയും ചതുരം, 1ാമത്തെ ചതുരവും 5ാമത്തെ ചതുരവും, അതിൻ്റെ ചുറ്റളവ് എന്താണ്? 2നും 14 ആണ് അല്ലേ.
പക്ഷെ നീളവും ഉയരവും വ്യത്യസ്തമാണ് അല്ലേ. അതായത് ഇനി നമ്മൾ പഠിക്കുന്നത് അകത്തെ അളവാണ്. അതായത് ഈ ചതുരങ്ങളുടെ ഉള്ളിലുള്ള അകത്തുള്ള അളവ്. നമ്മൾ നേരത്തെ പഠിച്ചത് ചുറ്റളവാണ്, ചുറ്റുമുള്ള അതിരിൻ്റെ അളവാണ്. അതായത് നമ്മളൊരു മതിലെടുക്കുകയാണ്, ആ മതിലിന് അതിരുണ്ടാവില്ലേ, അതിൻ്റെ ചുറ്റുമുള്ള അളവ്. പക്ഷേ ആ സ്ഥലം ഉണ്ടാവില്ല, ആ സ്ഥലത്തിൻ്റെ ആ മതിൽ നിൽക്കുന്ന ആ സ്ഥലം ഉണ്ടാവില്ല, അതിൻ്റെ ഉള്ളിലുള്ള ആ അളവ് ഉണ്ടാവില്ല, അകത്തുണ്ടാവുന്ന അളവ്, ആ സ്ഥലത്തിൻ്റെ അളവ്, അതാണ് അകത്തെ അളവ്. അകത്തുള്ള ഈ അളവിനെ നമ്മൾ പരപ്പളവ് എന്ന് പറയും. പരപ്പളവ് അല്ലേ, ഉള്ളിലുള്ളത് പരപ്പ് അളവ്. അതായത് ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ അല്ലേ, ഈ റെക്റ്റാങ്കിളിൻ്റെ ഉള്ളിലുള്ള ഏരിയ, സ്ഥലം അല്ലേ, ഉള്ളിലുള്ള അകത്തുള്ള അളവാണ് ഏരിയ. അതായത് അകത്തുള്ള അളവ്. ചുറ്റുമുള്ള അളവ് ചുറ്റളവായിരുന്നു പെരിമീറ്റർ അല്ലേ, പെരിമീറ്റർ ചുറ്റുമുള്ള അളവാണ് ആദ്യം നമ്മൾ എടുത്തത് അല്ലേ. ഒരു മതിലിൻ്റെ ഒക്കെ ചുറ്റുമുള്ള അളവുകൾ കൂട്ടുക. ഉള്ളിലുള്ള ഈ അളവുകൾ കിട്ടാൻ എന്ത് ചെയ്യണം അല്ലേ, ഉള്ളിലുള്ള ഈ എത്ര ചതുരമുണ്ടോ അതിൻ്റെ ആ അളവില്ലേ, ഇവിടെ 1 സെൻറ്റിമീറ്റർ, 2, 3, 4, 5, 6 അല്ലേ, അങ്ങനെ 6 സെൻറ്റിമീറ്റർ ആയിരിക്കും ഇതിൻ്റെ ഉള്ളിലുള്ള അളവ്. അതായത് നമ്മുടെ പരപ്പളവ് അല്ലേ, ഏരിയ അല്ലേ, ഏരിയ ഇതിൻ്റെ ഉള്ളിലുള്ള ആ സ്ഥലം. 2 ചതുരത്തിൻ്റെ ചുറ്റളവ് 14 സെൻറ്റിമീറ്റർ അല്ലേ, 2 ചതുരത്തിൻ്റെ 14 നമ്മൾ കണ്ടില്ലേ, ചുറ്റുമുള്ള അളവ്. അതായത് 6 അല്ലേ, 1, 2, 3, 4, 5, 6 അല്ലേ, ഈ സൈഡും അപ്പം എന്താണ് 6ആണ്. ഇവിടെ 1 സെൻറ്റിമീറ്റർ ആണ്, ഇവിടെ 1 സെൻറ്റിമീറ്റർ ആണ്. 6ഉം 6ഉം 12, 13, 14. അപ്പോൾ 14 സെൻറ്റിമീറ്റർ ആണ് ഇതിൻ്റെ ചുറ്റുമുള്ള അളവ് അല്ലേ. ചുറ്റുമുള്ള അളവുകൾ കൂട്ടുന്നതാണ് ചുറ്റളവ്, പെരിമീറ്റർ എന്ന് പറയുന്നത്. ഇവിടെ 1, 2, 3, 4 അല്ലേ, 4ആണ്. അപ്പോൾ ഈ സൈഡും 4 ആയിരിക്കും അല്ലേ, 1, 2, 3, 4 തന്നെയാണ്. ഇവിടെ 1, 2, 3 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് അല്ലേ, എതിർവശവും 3 ആയിരിക്കും. അപ്പോൾ ചുറ്റുമുള്ള അളവ്, ചുറ്റളവ് എന്ന് പറയുന്നത് എല്ലാ വശങ്ങളോടും കൂട്ടുക അല്ലേ, 4 + 3 + 4 + 3 ഇതെല്ലാം കൂടി കൂട്ടി എത്ര, 4, 4ഉം 8, 9, 10, 11, 12, 13, 14 അല്ലേ, 14. ചുറ്റുമുള്ള അളവില്ലേ, ചുറ്റളവ് പെരിമീറ്റർ, 2ൻ്റെ പെരിമീറ്റർ നമുക്ക് 14 എന്ന് കിട്ടി. പക്ഷേ ഇടത്തെ ചതുരം 6 സമചതുരങ്ങൾ ചേർത്ത് വെച്ചതും വലത്തെ ചതുരം ചതുരങ്ങളില്ലേ, ഇവിടെ എത്ര ചതുരങ്ങളുണ്ട്, 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12 അല്ലേ, 12 സമചതുരങ്ങൾ ചേർത്ത് വെച്ചതാണ് വലത്തുള്ള ഈ ചതുരം. ഇവിടെ എത്ര സമചതുരങ്ങളാണുള്ളത്, 6 സമചതുരങ്ങളുള്ളൂ. അതിൻ്റെ ഉള്ളിലുള്ള അളവ് വ്യത്യസ്തമാണ് അല്ലേ, അകത്തെ അളവ് അല്ലേ, അത് വ്യത്യസ്തമാണ് അല്ലേ. ഇതിൻ്റെ ചുറ്റുമുള്ള അളവ് ഒന്നാണ്, സെയിം ആണ്, 14ആണ്. പക്ഷെ ഇതിൻ്റെ അകത്തുള്ള അളവ് എത്ര സമചതുരങ്ങൾ ചേർത്ത് വെച്ചതാണിത്, 6 സമചതുരങ്ങളും ഇത് 12 സമചതുരങ്ങൾ ചേർത്ത് വെച്ചതാണ്. അപ്പോൾ ഉള്ളിലുള്ളത് എത്ര, 12 സമചതുരങ്ങളാണ്. ഇതാണ് അതിൻ്റെ അകത്തുള്ള അളവ്. ഇതിനെയാണ് നമ്മൾ പരപ്പളവ്, ഏരിയ എന്ന് പറയുന്നത്. ഈ ഉള്ളിലുള്ള അളവ്, ഇവിടെ എത്ര സമചതുരങ്ങളാണ്, 6 എണ്ണലുള്ള. അപ്പോൾ ഇതിൻ്റെ പരപ്പളവ് എന്താണ്, 6ആണ്, ഏരിയ അല്ലേ. ഈ ഏരിയ ഉള്ളിലുള്ള ഈ സ്ഥലം ഏരിയ അല്ലേ, ഈ സ്ഥലം എന്താണ്, നമ്മുടെ പരപ്പളവാണ്. അപ്പോൾ പരപ്പളവ് ഇവിടെ എത്ര ഉണ്ട്, എത്ര സമചതുരങ്ങളുണ്ട്, ഉള്ളിലുള്ള ഈ അളവാണ് അല്ലേ, അകത്തെ അളവാണ് നമ്മുടെ ഏരിയ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ പരപ്പളവ്. അപ്പോൾ ഇതിൻ്റെ പരപ്പളവ് 12 ആയിരിക്കും അല്ലേ, ഉള്ളിലുള്ള ഈ സമചതുരങ്ങളുടെ എണ്ണം, അതാണ് ഉള്ളിലുള്ള ഈ അളവാണ് പരപ്പളവ്. ചുറ്റുമുള്ള ഈ ആകെ കൂട്ടി കിട്ടുന്നതാണ് എന്ത്, ചുറ്റളവ് അല്ലേ. ചുറ്റുമുള്ള അളവ് ചുറ്റളവ്, അകത്തുള്ള ഈ ചതുരങ്ങളുടെ എണ്ണം, അകത്തെ അളവാണ് എന്ത്, പരപ്പളവ്, ഏരിയ. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഇടത് ചതുരത്തേക്കാൾ കൂടുതൽ പരന്നതാണ് വലത് ചതുരം അല്ലേ. കൂടുതൽ പരപ്പുണ്ട്, അതായത് ഉള്ളിലുള്ള ഈ ചതുരങ്ങളുടെ എണ്ണം കൂടുതലാണ് അല്ലേ, പരപ്പളവ്, ഉള്ളിലുള്ള അളവ് കൂടുതലാണ്. നീളം അളക്കാൻ സെൻറ്റിമീറ്റർ, മീറ്റർ എന്നിങ്ങനെ മുൻകൂട്ടി നിശ്ചയിച്ച നീളങ്ങൾ ഉപയോഗിക്കുന്നത് പോലെ മുൻകൂട്ടി നിശ്ചയിച്ച സമചതുരങ്ങൾ ഉപയോഗിച്ചാണ് പരപ്പ് അളക്കുന്നത്. നീളത്തിൻ്റെ യൂണിറ്റ് ഏതൊക്കെയാണ്, നമ്മൾ സെൻറ്റിമീറ്ററിലും മീറ്ററിലുമാണ്. വലിയ അളവുകളെ മീറ്റർ പറയില്ലേ, 100 സെൻറ്റിമീറ്റർ ആയാൽ 1 മീറ്റർ ആയില്ലേ. അങ്ങനത്തെ വലിയ അളവുകളൊക്കെ നമ്മൾ മീറ്ററിൽ പറയും, ചെറിയ അളവ് നമ്മളെ സ്കെയിലിലുള്ളതിനൊക്കെ സെൻറ്റിമീറ്ററിൽ പറയും, സെൻറ്റിമീറ്ററിലാണ് പറയുന്നത്. അപ്പം നീളങ്ങൾ അളക്കാൻ എന്താണ്, മുൻകൂട്ടി നിശ്ചയിച്ച നീളങ്ങളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ സമചതുരങ്ങൾ ഉപയോഗിച്ചിട്ടാണ്, മുൻകൂട്ടി നിശ്ചയിച്ച സമചതുരങ്ങൾ ഉപയോഗിച്ചാണ് പരപ്പ് അളക്കുന്നത്. ഉദാഹരണമായി വശങ്ങളുടെ നീളം 1 സെൻറ്റിമീറ്റർ ആയ സമചതുരത്തിൻ്റെ പരപ്പളവ് 1 ചതുരശ്ര മീറ്റർ, സ്ക്വയർ സെൻറ്റിമീറ്റർ എന്ന് പറയുന്നു. 1 സെൻറ്റിമീറ്റർ ആയിട്ടുള്ള സമചതുരം അല്ലേ, സമചതുരത്തിൻ്റെ വശങ്ങൾ എന്താണ്, എല്ലാ സൈഡും ഒന്നായിരിക്കും അല്ലേ. 1 സെൻറ്റിമീറ്റർ ആയിട്ടുള്ള ഒരു സമചതുരത്തിൻ്റെ പരപ്പളവ് എന്തായിരിക്കും, ഇതിൻ്റെ ഉള്ളിലുള്ള ഈ അളവ് എന്താണ്, 1ആണ് അല്ലേ. 4 സൈഡും കൂടി ഉള്ളത് മൊത്തം ഉള്ളത് എന്താണ്, അതിൻ്റെ ചുറ്റളവാണ്. ഉള്ളിലുള്ള ഈ അളവ് എന്ന് പറയുന്നത് എന്താണ്, 1 സെൻറ്റിമീറ്റർ. അതാണ് നമ്മുടെ എന്ത്, പരപ്പളവ്, ഉള്ളിലുള്ള ഈ ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ ഏരിയ എത്രയാണ്, 1 ചതുരശ്ര സെൻറ്റിമീറ്റർ. നമ്മുടെ ഏരിയൻ്റെ യൂണിറ്റാണ് ചതുരശ്ര സെൻറ്റിമീറ്റർ. പരപ്പളവാണ് ഉള്ളിലുള്ള ഈ അളവ്, പരപ്പളവ്. ഏരിയൻ്റെ യൂണിറ്റ് എന്താണ്, സ്ക്വയർ സെൻറ്റിമീറ്റർ, മലയാളത്തിൽ ചതുരശ്ര സെൻറ്റിമീറ്റർ. ഇത്തരം 2 സമചതുരങ്ങൾ ചേർത്ത് വെച്ച ചതുരത്തിൻ്റെ പരപ്പളവ് 2 ചതുരശ്ര സെൻറ്റിമീറ്റർ അല്ലേ. ഇവിടെ ഇതേ അളവിലിട്ടോ 1 സെൻറ്റിമീറ്റർ നിങ്ങൾ 2 സമചതുരങ്ങൾ ചേർത്ത് വെച്ചതിൻ്റെ പരപ്പളവ് പറഞ്ഞാൽ ഉള്ളിലുള്ള ഈ അളവ്, ഇവിടെ ഒന്ന്. അപ്പോൾ 2 ചതുരശ്ര സെൻറ്റിമീറ്റർ, അതായത് 2 സ്ക്വയർ സെൻറ്റിമീറ്റർ. ഇംഗ്ലീഷിൽ 2 സ്ക്വയർ, 3 അടുപ്പിച്ച് വെച്ചാലോ 3 സ്ക്വയർ സെൻറ്റിമീറ്റർ, 3 ചതുരശ്ര സെൻറ്റിമീറ്റർ. സെൻറ്റിമീറ്റർ എന്നുള്ളത് എന്താണ്, അതിൻ്റെ യൂണിറ്റാണ്, ചതുരശ്ര സെൻറ്റിമീറ്റർ.
1 സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു സ്ക്വയർ വരക്കാൻ പറഞ്ഞാൽ എന്താണ് അതിൻ്റെ നീളവും വീതി എല്ലാ സൈഡും ഓരോ സെൻറ്റിമീറ്റർ എടുത്തിട്ടില്ലേ, എല്ലാ വശങ്ങളും തുല്യമായിരിക്കും. അങ്ങനെയാണ് നമ്മളൊരു സ്ക്വയർ വരക്കുക. അപ്പോൾ ഇതിൻ്റെ പരപ്പളവ് പറഞ്ഞാൽ ഉള്ളിലുള്ള ഈ അളവ്, ചുറ്റളവ് പറഞ്ഞാൽ ഈ 4 ഒന്നുകൂടി കൂട്ടണം അല്ലേ, എല്ലാ സൈഡിലും ഒന്നുണ്ടാവും അല്ലേ, 4 തവണ ഒന്ന് കൂട്ടി നോക്കണം അല്ലേ. ഉള്ളിലുള്ള അളവ് പറഞ്ഞാൽ ഉള്ളിൽ എത്രത് ഒരു സെൻറ്റിമീറ്ററിൻ്റെ സ്ക്വയറാണ് അല്ലേ. ഇതിൻ്റെ ഉള്ളിലുള്ള അളവ് പറയുന്നത് ഏരിയ എന്ന് പറഞ്ഞാൽ 1 സെൻറ്റിമീറ്ററാണ്. അതായത് ഇതിൻ്റെ പരപ്പളവ് ഒരു ചതുരശ്ര സെൻറ്റിമീറ്ററാണ് അല്ലേ. 1 സ്ക്വയർ സെൻറ്റിമീറ്ററാണ് അതിൻ്റെ യൂണിറ്റാണ് ഈ ചതുരശ്ര സെൻറ്റിമീറ്റർ. അപ്പോൾ ഏരിയ പരപ്പളവ് ചോദിച്ചാൽ ഈ യൂണിറ്റ് കൂട്ടി എഴുതണം അല്ലേ. ഇതാണ് 2 സമചതുരങ്ങൾ കൂട്ടി ചേർത്താലല്ലേ, നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെ 2 സമചതുരങ്ങൾ കൂട്ടി വെച്ചാൽ അതിൻ്റെ പരപ്പളവ് ഏരിയ എന്താണ് 2 ചതുരശ്ര സെൻറ്റിമീറ്റർ, 2 സ്ക്വയർ സെൻറ്റിമീറ്റർ അല്ലേ. 3 സമചതുരങ്ങളല്ലേ, ഈ സമചതുരങ്ങളുടെ ഒക്കെ അളവ് എന്താണ് 1 സെൻറ്റിമീറ്ററാണ്. അപ്പോൾ 3 വരുമ്പോൾ 3 ചതുരശ്ര സെൻറ്റിമീറ്റർ, ഇത് 3 സമചതുരങ്ങളെല്ലാം അടുപ്പിച്ച് വെച്ചത്. അപ്പോൾ ഇതിൻ്റെതൊന്ന് 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 അങ്ങനെ 3 ചതുരശ്ര സെൻറ്റിമീറ്റർ. ഇവിടെ എത്ര ഉണ്ട്, 4 എണ്ണം ഉണ്ടല്ലേ. 4 എണ്ണം ഇങ്ങനെ വെച്ചാലും എന്താണ് 4 എണ്ണമാണ് ഉള്ളിലുള്ള അളവില്ലേ. അപ്പോൾ എന്താണ് 4 ചതുരശ്ര സെൻറ്റിമീറ്ററാണ് പരപ്പളവ് ഏരിയ ഉള്ളിലുള്ള അളവ്. പേജ് നമ്പർ 115 നമ്മൾ നേരത്തെ ചെയ്ത അതേ പ്രോബ്ലംസിലെ നീളവും ഉയരവും കണ്ടുപിടിച്ചു, ചുറ്റളവ് കണ്ടുപിടിച്ചു, അതിൻ്റെ തന്നെ പരപ്പളവാണ് ഇനി കണ്ടുപിടിക്കേണ്ടത്. നേരത്തെ കണ്ടുപിടിച്ചാണ്. ഫസ്റ്റ് ഒരു കോളത്തിൽ നീളവും ഉയരവും കണ്ടുപിടിച്ചു, പിന്നെ രണ്ടാമതൊരു പ്രോബ്ലത്തിൽ ചുറ്റളവ് കണ്ടുപിടിച്ചു, പെരിമീറ്റർ. ഇനി നമുക്ക് പരപ്പളവ് ഏരിയ കൂടി കണ്ടുപിടിക്കാം. അപ്പോൾ ഇതൊരു ചതുരം, ഇതിൻ്റെ നീളം എത്രയാണ് ഈ സൈഡിലെ, ഇതാണ് 6 സെൻറ്റിമീറ്റർ, ഉയരം എന്ന് പറയുന്നത് 1. അപ്പോൾ ചുറ്റളവ് എന്താണ് ഈ 4 ഭാഗവും കൂടി കൂട്ടിയതാണ് ചുറ്റുമുള്ള അളവ്. അതായത് 6ൻ്റെ ഇരട്ടി എടുക്കുക, അതേപോലെ ഈ സൈഡിൻ്റെ ഇരട്ടിയില്ലേ, ഈ സൈഡ് 6 ആണെങ്കിൽ ഈ സൈഡും 6, അപ്പോൾ 6 6ൻ്റെ ഇരട്ടി എടുക്കുക, അതേപോലെ 1ൻ്റെയും ഇരട്ടി എടുക്കുക, 6ൻ്റെ ഇരട്ടി 12, 2 14. അപ്പോൾ ചുറ്റുമുള്ള അളവ് കിട്ടി. ഇനി ഇതിൻ്റെ പരപ്പളവ് ഉള്ളിലുള്ള അളവ്, ഈ ചതുരങ്ങളുടെ ഉള്ളിലുള്ള അളവ് പറഞ്ഞാൽ ഏരിയ അല്ലേ. ഏരിയ എന്താണ് 1 2 3 4 5 6 6 സമചതുരങ്ങളാണ്, ഒന്നിൻ്റെത് 1 സെൻറ്റിമീറ്റർ ആണല്ലേ. അങ്ങനെ 6 സമചതുരങ്ങളുണ്ട്, 6 ചതുരശ്ര സെൻറ്റിമീറ്റർ അല്ലേ, 6 സ്ക്വയർ സെൻറ്റിമീറ്റർ എന്ന് വരും. ഇവിടെ നമുക്ക് 6 എന്ന് എഴുതാം, യൂണിറ്റ് എഴുതാൻ സ്ഥലമില്ലല്ലോ. നിങ്ങൾ പരപ്പളവ് ഏരിയൻ്റെ കൂടെ എഴുതുമ്പോൾ ക്വസ്റ്റ്യനിൽ യൂണിറ്റ് കൂടി കൂട്ടി എഴുതണം. ചതുരത്തിൻ്റെ നീളം 3 വീതി 2. അപ്പോൾ ചുറ്റളവ് എത്രയാണ് അല്ലേ, 3ൻ്റെ ഇരട്ടിയും 2ൻ്റെ ഇരട്ടിയില്ലേ, 2 സൈഡ് 3 ആയിരിക്കും, ഈ 2 സൈഡ് 2 ആയിരിക്കും. അപ്പോൾ 2 വട്ടം 3 ഉണ്ടാവും, 2 വട്ടം 2 ഉണ്ടാവും ഇല്ലേ. 2 വട്ടം 3 എഴുതി കൂട്ടുക, 3 3 6, 2 2 4, അപ്പോൾ 6 4 എത്രയാണ് 10. ഇത് നേരത്തെ കണ്ടുപിടിച്ചതാണ് നമ്മൾ ചുറ്റളവ്, അതേ പ്രോബ്ലം തന്നെയാണ്. ഇതിൻ്റെ പരപ്പളവ് ഇനി ഉള്ളിലുള്ള അളവ് പറഞ്ഞാൽ ഈ ഉള്ളിൽ എത്ര സമചതുരങ്ങളുണ്ട്, 1 2 3 4 5 6 അല്ലേ, 6 സമചതുരങ്ങളുണ്ട്. അതായത് ഉള്ളിലുള്ള ഈ സമചതുരങ്ങളുടെ അളവ് എന്ന് പറയുന്നത് ഏരിയ എന്ന് പറയുന്നത് 6 ആണ്. അടുത്തതിൻ്റെ നീളം 3, വീതി 3. അപ്പോൾ എന്താണ് ഒരു സമചതുരമാണ് അല്ലേ. ഈ സമചതുരത്തിൻ്റെ ചുറ്റളവ് അറിയുന്നത് 3 3 3 3 അല്ലേ, 3ൻ്റെ ഇരട്ടി 3 3 6, 3 3 6, 6 6 12 എന്ന് വരും. ഇതിൻ്റെ പരപ്പളവ് അറിയുന്നത് ഉള്ളിലുള്ള ഏരിയ എത്രയാണ്, 1 2 3 4 5 6 7 8 9 അല്ലേ, 9 സമചതുരങ്ങളാണ് ഉള്ളിലുള്ളതില്ലേ, സ്ക്വയേഴ്സ് ആണുള്ളത്. അപ്പോൾ 9 ആണല്ലേ ഇതിൻ്റെ പരപ്പളവ് ഏരിയ എന്ന് പറയുന്നത് അല്ലേ. ഇതിൻ്റെ ഇരട്ടി എടുക്കണേ, ഇത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ, ഗുണിച്ചാൽ പോരെ. 3 × 3 9 അല്ലേ, 3 × 2 6 അല്ലേ, 6 × 1 6 ആണ്. അതായത് നീളം ഇൻറ്റു വീതി ചെയ്താൽ മതി നമുക്ക് ചുറ്റളവ് ഏരിയ കിട്ടാൻ. ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ചതുരങ്ങൾ ഉണ്ടായത് കൊണ്ടാണ് നമ്മൾ അത് എണ്ണി നോക്കുന്നത്. ഇങ്ങനെ സമചതുരങ്ങളില്ല, നിങ്ങൾക്ക് നീളവും ഉയരവും മാത്രം തന്നിട്ടുള്ളൂ. നീളം 6, ഉയരം 1 മാത്രം തന്നിട്ടുള്ളൂ. വിഡ്ത്തും ഹൈറ്റും തന്നാൽ എന്താണ്, വിഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് ഇല്ലേ, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇല്ലേ, നീളം ഇൻറ്റു ഉയരം അല്ലേ. ഈ നീളവും ഉയരവും കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ മതി, ഗുണിച്ചാൽ മതി. 6 × 1 3 × 2 3 × 3 9 × 9. ഇവിടെ പരപ്പളവ് എന്തായിരിക്കും, 9 ആയിരിക്കും അല്ലേ. അങ്ങനെ ഗുണിച്ചാൽ മതി. അതേപോലെ തന്നെ ചുറ്റളവിനും എന്താണ് ഇക്വേഷൻ ഉണ്ട് അല്ലേ. ഇതിൻ്റെ പരപ്പളവ് ഏരിയൻ്റെ ഇക്വേഷൻ എന്താണ്, നീളം ഇൻറ്റു വീതി. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിങ്ങനെ സമചതുരങ്ങൾ എണ്ണാം, അത് ഈ ഒരു പ്രോബ്ലത്തിൽ നമുക്ക് ചെയ്യാൻ കഴിയുള്ളൂ. ഇങ്ങനെ എല്ലാത്തിലും സമചതുരങ്ങൾ ഉള്ളിലുണ്ടാവില്ല. നീളവും ഉയരവും മാത്രം തന്നാൽ എന്താണ്, നീളം 9, ഉയരം എത്രയാണ് 1. അപ്പം 9ൻ്റെ ഇരട്ടി, ഇവിടെ 2 9 ഉണ്ടാവില്ലേ, ഈ ഭാഗവും 9 ഈ ഭാഗവും 9, ഇവിടെ 1ൻ്റെ ഇരട്ടി 1 1 2. അപ്പോൾ ഇതിൻ്റെ 2ൻ്റെ ഇരട്ടി എടുക്കുക അല്ലേ. അപ്പോൾ 9ൻ്റെ ഇരട്ടി 18, 1ൻ്റെ ഇരട്ടി 2 18 2 20. ഇതിൻ്റെ 2ൻ്റെ ഇരട്ടി എടുക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്, ഇത് രണ്ടും ആഡ് ചെയ്തിട്ട് അതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ. 9 1 10 അല്ലേ, 10 × 2 എന്താണ് 20 അല്ലേ. അപ്പോൾ എന്താണ് ചുറ്റളവ് കാണാൻ, നമ്മുടെ പെരിമീറ്റർ കാണാൻ എന്ത് ചെയ്താൽ ഈ നീളവും ഉയരവും കൂട്ടുക അല്ലേ, ആഡ് ചെയ്യുക, എന്നിട്ട് അതിനെ 2 കൊണ്ട് ഗുണിക്കുക അല്ലേ. ഇത് 2 തവണ ഉണ്ടാവില്ലേ, 9 2 തവണ ഉണ്ടാവും, 1 2 തവണ ഉണ്ടാവും. അതായത് ഇത് രണ്ടും കൂടി കൂട്ടിയിട്ട് അതിനെ 2 കൊണ്ട് ഗുണിക്കുക അല്ലേ. 9 + 1 10, 10 × 2 20. നമുക്കിനി അങ്ങനെ ചെയ്ത് നോക്കാം അല്ലേ. ഇതിൻ്റെ ചുറ്റളവ് എന്തായിരിക്കും, അപ്പം ഇവിടെ 4, അപ്പോൾ ഇവിടെ 4 2 4 ഉണ്ടാവും, അതേപോലെ 2 3 ഉണ്ടാവും അല്ലേ. അപ്പോൾ 4 2 തവണ എന്ന് പറഞ്ഞാൽ ഇതിനെ 2 കൊണ്ട് ഗുണിക്കുക, അല്ലെങ്കിൽ 4നെ 2 കൊണ്ട് ഗുണിക്കുക, 3നെ 2 കൊണ്ട് ഗുണിക്കുക, എന്നിട്ട് ആഡ് ചെയ്യുക. അത് നല്ല ആദ്യം ആഡ് ചെയ്യല്ലേ. 4 + 3 എത്രയാണ്, 4 5 6 7 7 × 2 അല്ലേ. ഈ 2 തവണ ഉണ്ടാവില്ലേ, ഇത് 2 തവണ ഉണ്ടാവും. അപ്പോൾ 2നും കൂടി പൊതുവായിട്ട് നമുക്ക് 2 കൊണ്ട് ഗുണിക്കുക അല്ലേ. 4 2 തവണ ഉണ്ടാവും, 3 2 തവണ ഉണ്ടാവും. അപ്പോൾ 4ഉം 3ഉം കൂടി കൂട്ടുക അല്ലേ, 7നെ 2 കൊണ്ട് ഡബിൾ ചെയ്താൽ 7ൻ്റെ ഡബിൾ എത്രയാണ്, 7 7 14 എന്ന് വരും ചുറ്റളവ്.
പരപ്പളവ് എന്താണ്? നീളം ഇൻറ്റു ഉയരം അല്ലേ, ഇത് രണ്ടും കൂടി അല്ലേ, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് അല്ലേ, അത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്യുക. 4 3 12 അല്ലേ, 12 സമചതുരങ്ങളല്ലേ ഉള്ളിലുള്ളത് നോക്കുക, അതാണ് ഉള്ളിലുള്ള അളവ് പരപ്പളവ്. അങ്ങനെ എണ്ണി നോക്കുകയും ചെയ്യാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, ഇത് രണ്ടും കൂടി ഇൻറ്റു ചെയ്താൽ മതി. ഇവിടെ ചുറ്റളവ് എന്തായിരിക്കും അല്ലേ, 6 2 തവണ ഉണ്ടാവും, 2 സൈഡ് ഉണ്ടാവും, 2 തവണ ഉണ്ടാവും. അപ്പോൾ ഇതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 6 + 2 7 8, 8നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 16, 8 8 16 അല്ലേ, 2 8 ഒരെട്ട് 2 8 16 എന്ന് വരും. അതേപോലെ ഇതിൻ്റെ പരപ്പളവ് ഏരിയ എന്തായിരിക്കും അല്ലേ, അതായത് നീളം ഇൻറ്റു ഉയരം 6 2 6 2 6 12 എന്ന് വരും അല്ലേ. നീളം ഇൻറ്റു ഉയരം മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയാൽ മതി. നെക്സ്റ്റ് ഇവിടെ 12 നീളവും ഉയരവും തന്നിട്ടുണ്ട്. അപ്പോൾ 2 12 ഉണ്ടാവും, 2 1 ഉണ്ടാവും. അതായത് 12നെ 1നെ ആഡ് ചെയ്യുക 13. ഇതിൻ്റെ ഇരട്ടിയാണ്, ഇത് 2 തവണ ഉണ്ടാവും, അതായത് ഇൻറ്റു 2 ചെയ്യുക. 13 × 2 എന്ന് പറയുന്നത് 26. അതേപോലെ പരപ്പളവ് ഏരിയ കാണാൻ ഈ 2 നമുക്ക് നീളം ഉയരം തന്നിട്ടുണ്ട്, ആ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ഗുണിക്കുക. അത് 12 × 1 12. അപ്പോൾ 12 തന്നെയാണ് അതിൻ്റെ പരപ്പളവ് അല്ലേ. 12 × 1 എന്താണ്? 12 തന്നെയാണ്. ഇവിടെ 12 കള്ളിക്കടല്ലേ ഉള്ളത് നോക്കൂ. 12 സമചതുരങ്ങളാണ് ഉള്ളിലുള്ളത്, ഉള്ളിലുള്ള അളവാണ് പരപ്പളവ് ഏരിയ. വലിയ ചതുരങ്ങളുടെ, അതായത് കെട്ടിടങ്ങളിലെ മുറികൾ, കളിക്കളങ്ങൾ, അങ്ങനത്തെ വലിയ ചതുരം ഉണ്ടാവില്ലേ, അതിൻ്റെ വശങ്ങൾ അളക്കുന്നത് മീറ്ററിലാണല്ലോ അല്ലേ. ചെറിയ അളവ് നമ്മുടെ സ്കെയിലുള്ള അളവാണ് സെൻറ്റിമീറ്റർ അല്ലേ. അങ്ങനത്തെ 100 സെൻറ്റിമീറ്റർ ആകുമ്പോൾ 1 മീറ്ററായി. അപ്പോൾ വലിയ അളവുകൾ അളക്കുന്നത് മീറ്ററിലാണ്. ഇത്തരം ചതുരങ്ങളുടെ പരപ്പളവ് കണക്കാക്കുന്നത് വശങ്ങളുടെ നീളം 1 മീറ്ററായ സമചതുരത്തിൻ്റെ പരപ്പളവിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ ഇത്തരം ചതുരങ്ങൾ വലിയ അളവുകൾ വലിയ മുറികൾ അതിൻ്റെ അളവ് മീറ്ററിലാണ്. അപ്പോൾ അതിൻ്റെ പരപ്പളവ് ഏരിയ എന്ന് പറയുന്നത് എന്താണ്? ചതുരശ്ര മീറ്റർ ആയിരിക്കും അതിൻ്റെ യൂണിറ്റ്. നേരത്തെ ചതുരശ്ര സെൻറ്റിമീറ്റർ ആയിരുന്നു ചെറിയ അളവിലെ. അപ്പോൾ മീറ്ററിലാണ് നിങ്ങൾക്ക് തരുന്നതെങ്കിൽ അതിൻ്റെ യൂണിറ്റ് ചതുരശ്ര മീറ്റർ എന്നാവും, സ്ക്വയർ മീറ്റർ എന്നാവും അല്ലേ. വശങ്ങളുടെ നീളം 1 മീറ്ററായ സമചതുരത്തിൻ്റെ പരപ്പളവ് 1 ചതുരശ്ര മീറ്റർ അല്ലേ. 1 മീറ്ററാണ് അതിൻ്റെ അല്ലേ, വശങ്ങളുടെ നീളം 1 മീറ്റർ ആണെങ്കിൽ അതിൻ്റെ പരപ്പളവ് എന്ന് പറയുന്നത്, ഏരിയ എന്ന് പറയുന്നത് 1 ചതുരശ്ര മീറ്റർ, സ്ക്വയർ മീറ്റർ അല്ലേ, 1 സ്ക്വയർ മീറ്റർ എന്നാണ്. ചെറിയ ചതുരങ്ങളുടെ കാര്യത്തിൽ എന്ന പോലെ ഇത്തരം 2 സമചതുരങ്ങൾ ചേർത്ത് വെച്ച ചതുരത്തിൻ്റെ പരപ്പളവ് 2 ചതുരശ്ര മീറ്റർ, 3 ചേർത്ത് വെച്ച ചതുരത്തിൻ്റെ പരപ്പളവ് 3 ചതുരശ്ര മീറ്റർ എന്നിങ്ങനെയാണ് കണക്കാക്കുന്നത്. 2 ചേർത്ത് വെക്കുമ്പോൾ നമ്മൾ നേരത്തെ 2 ചതുരശ്ര സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞു. ഇവിടെ എന്താണ്? മീറ്ററിൽ. ആ സെൻറ്റിമീറ്റർ മീറ്ററായി, അത്രയേ ഉള്ളൂ. മീറ്ററിലുള്ള അളവുകളെ മീറ്ററിൽ തന്നെ നമ്മൾ അതിൻ്റെ യൂണിറ്റ് എഴുതണം അല്ലേ. സെൻറ്റിമീറ്ററിലുള്ള അളവിനെ സെൻറ്റിമീറ്ററിൽ എഴുതണം, ചതുരശ്ര സെൻറ്റിമീറ്റർ. ഇവിടെ 1 മീറ്റർ ആയതുകൊണ്ട് 1 ചതുരശ്ര മീറ്റർ എന്ന് തന്നെ എഴുതണം, അത്രേ പറഞ്ഞിട്ടുള്ളൂ. ചതുരക്രിയകൾ, ചതുരത്തിൻ്റെ ക്രിയകൾ, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ ഇക്വേഷൻസ്, നമ്മൾ പറഞ്ഞ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്, നീളം ഇൻറ്റു ഉയരം അല്ലെ, പരപ്പളവ് കാണാനും അതേപോലെ ചുറ്റളവ് കാണാനുള്ള ഇക്വേഷൻസ്, അതിൻ്റെ ഇക്വേഷൻസാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്, അതാണ് ഇവിടെ പറയുന്നത്. ഈ ചതുരം നോക്കൂ, ഇതിൻ്റെ ചുറ്റളവ് എത്രയാണ്? വശങ്ങളുടെ നീളം ഓരോന്നായി കൂട്ടിയാലേ ആദ്യം നമ്മൾ ആദ്യം പറഞ്ഞ മെത്തേഡിൽ എല്ലാ വശങ്ങളൂടി കൂട്ടുക അല്ലേ. എല്ലാ വശങ്ങളുടെ നീളം, ഇവിടെ 5 ആണെങ്കിൽ ഇവിടെയും 5 ആയിരിക്കും. അപ്പോൾ 2 തവണ 5, ഇവിടെ 3 ആണെങ്കിൽ ഇവിടെയും 3 ആയിരിക്കും. 5 + 3 + 5 + 3 അല്ലേ. എല്ലാം കൂടി കൂട്ടിയാൽ 16 സെൻറ്റിമീറ്റർ എന്ന് നമുക്ക് ചുറ്റളവ് കിട്ടും. ചുറ്റളവിൻ്റെ യൂണിറ്റ് സെൻറ്റിമീറ്റർ ആണ്. നമ്മുടെ പരപ്പളവ് ഏരിയൻ്റെ യൂണിറ്റാണ് എന്ത്? സ്ക്വയർ മീറ്റർ അല്ലേ, ചതുരശ്ര മീറ്റർ എന്നൊക്കെ പറയുന്നത്. അല്ലെങ്കിൽ ഒരേ നീളമുള്ള വശങ്ങൾ ഒന്നിച്ചെടുത്ത് 5ൻ്റെ 2 മടങ്ങും 3ൻ്റെ 2 മടങ്ങുമായി കൂട്ടാം. അല്ലെങ്കിൽ എന്താണ്? ഇവിടെ 5 എന്താണ്? 2 തവണ ഉണ്ട് അല്ലേ, 3 2 തവണ ഉണ്ട്. അപ്പോൾ 5നെ നമുക്ക് അത് 2 കൊണ്ട് ഗുണിക്കാം അല്ലേ. 5 × 2 + 3 × 2 അല്ലേ. 3നെ 2 തവണ എടുക്കാം, 5നെ 2 തവണ എടുക്കാം അല്ലേ. അങ്ങനെ കൂട്ടി നോക്കിയാൽ 16 കിട്ടും. മറ്റെന്തെങ്കിലും വഴി ഉണ്ടോ? 5ൻ്റെ 2 മടങ്ങും 3ൻ്റെ 2 മടങ്ങും ചേർന്നാൽ 8ൻ്റെ 2 മടങ്ങായില്ലേ അല്ലേ. 5ൻ്റെ 2 മടങ്ങും 3ൻ്റെ 2 മടങ്ങും പറഞ്ഞാൽ എന്താണ്? 5 3 എത്രയാണ്? 8 ആണ്. ആ 8ൻ്റെ 2 മടങ്ങ് തന്നെയല്ലേ. അതായത് 8 × 2 16. അതായത് നീളവും ഉയരവും കൂട്ടിയിട്ട് അതിനെ 2 കൊണ്ട് ഗുണിക്കുക അല്ലേ. നീളം 5 ആണ്, ഉയരം എന്താണ്? 3 ആണ്. 5 + 3 × 2 അല്ലേ. നീളം പ്ലസ് ഉയരം ഇൻറ്റു 2 അല്ലേ. നീളം പ്ലസ് ഉയരം ഗുണിക്കണം 2, അതാണ് ഇത് അല്ലേ. നീളം 5, ഉയരം എത്രയാണ്? 3 അല്ലേ. അപ്പോൾ അത് രണ്ടും കൂടി കൂട്ടിയിട്ട് അതിനെ ഡബിൾ ആക്കുക അല്ലേ, മൾട്ടിപ്ലൈ വിത്ത് 2 അല്ലേ, 2 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ നമുക്ക് ആ ഇക്വേഷനാണ് ഇത്. അപ്പോൾ ആ ഇക്വേഷൻ പഠിച്ചാൽ മതി. നീളം പ്ലസ് ഉയരം ഇൻറ്റു 2. അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെയാണ് കിട്ടിയത്, ഇങ്ങനെയൊക്കെ ചെയ്യാം അല്ലേ. അല്ലെങ്കിൽ ഇതിൻ്റെ 2 മടങ്ങ് കൊടുക്കുക, ഇതിൻ്റെ 2 മടങ്ങ് കൊടുത്തിട്ട് കൂട്ടാം. അല്ലെങ്കിൽ ചുറ്റുമുള്ള അളവുകളും ഇങ്ങനെ കൂട്ടി അതും ചുറ്റളവാണ്. അല്ലെങ്കിൽ അതൊക്കെ എന്താണ്? ഇത് രണ്ടും കൂടി കൂട്ടിയിട്ട് ഇതിൻ്റെ ഇരട്ടി എടുക്കുക. ഇത് 2 തവണ ഉണ്ടാവും, ഇത് 2 തവണ ഉണ്ടാവില്ല, ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്സ്. അപ്പോൾ ഇത് 2 തവണ എടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഇത് 2 കൂട്ടിയിട്ട് അതിൻ്റെ ഇരട്ടി എടുക്കുക. അതാണ് ഈ ഇക്വേഷൻ, നമ്മുടെ ഇക്വേഷൻ. വശങ്ങളുടെ നീളം 10 സെൻറ്റിമീറ്ററും 5 സെൻറ്റിമീറ്ററും ആയ ചതുരത്തിൻ്റെ ചുറ്റളവ് ഈ രീതിയിൽ കണക്കാക്കാമോ? നീളങ്ങളിലെ 10ഉം 5ഉം ആണ്, അതായത് നീളവും ഉയരവും അത് രണ്ടും കൂടി കൂട്ടുക, 10 + 5 ഈ രീതി കണക്കാക്കി ഇൻറ്റു 2 ചെയ്താൽ, എന്നിട്ട് അതിൻ്റെ 2 മടങ്ങ് അതിൻ്റെ ഡബിൾ എടുക്കുക എന്ന് പറഞ്ഞാൽ അതിനെ 2 കൊണ്ട് ഗുണിക്കുക, മൾട്ടിപ്ലൈ ചെയ്യുക. 10ഉം 5ഉം എത്രയാണ്? 15. 15 × 2 30 അല്ലേ. അപ്പോൾ 30
എന്ന് നമുക്കതിൻ്റെ ചുറ്റളവ് കിട്ടും. ചുറ്റുമുള്ള അളവ്. ചതുരത്തിൻ്റെ ചുറ്റളവ് വശങ്ങളുടെ നീളങ്ങളുടെ തുകയുടെ 2 മടങ്ങാണ്. വശങ്ങളുടെ തുക എന്ന് പറഞ്ഞാൽ വശങ്ങൾ കൂട്ടുക അല്ലേ. ഈ വശങ്ങൾ 10 5 ആണ് 2 വശങ്ങളിലെ ആ വശങ്ങൾ കൂട്ടിയിട്ട് അതിൻ്റെ 2 മടങ്ങ് ഇൻറ്റു 2, അതാണ് 2 മടങ്ങ് അതിൻ്റെ ഡബിൾ എടുക്കുക അല്ലേ. അതാണ് ഇപ്പോൾ വശങ്ങൾ കൂട്ടിയിട്ട് വശങ്ങൾ ആഡ് ചെയ്തിട്ട് അതിനെ ഇൻറ്റു 2 ചെയ്യുക, അതിൻ്റെ ഡബിൾ എടുക്കുക അല്ലേ. അതാണ് ഈ ഇക്വേഷൻ, ചുറ്റളവ് കാണാനുള്ള ഇക്വേഷൻ. ഇതുപയോഗിച്ച് വശങ്ങളുടെ നീളം ചുവടെ പറയുന്നവ ആയ ചതുരങ്ങളുടെ ചുറ്റളവ് മനസ്സിൽ തന്നെ കണക്കാക്കാമല്ലോ. താഴെ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ചുറ്റളവ് കാണാനാണ് പറഞ്ഞത്. അപ്പോൾ ആ എന്താണ് സെൻറ്റിമീറ്ററിലെ നീളവും ഉയരവും തന്നിട്ടുണ്ട്. 2 വശങ്ങളുടെ നീളം എന്തായിക്കോട്ടെ, 2 വശങ്ങളുടെ നീളം തന്നിട്ടുണ്ടല്ലോ. അപ്പോൾ ആ 2 നീളങ്ങളും ആഡ് ചെയ്തിട്ട് അതിൻ്റെ ഡബിൾ എടുക്കുക, അതായത് ഇൻറ്റു 2. വശങ്ങളുടെ നീളം 6 സെൻറ്റിമീറ്റർ 3 സെൻറ്റിമീറ്റർ ഉള്ള ഒരു ചതുരം. ആ ചതുരത്തിൻ്റെ എന്താണ് ചുറ്റളവാണ് കണ്ടുപിടിക്കാറുള്ളത്, ചുറ്റുമുള്ള അളവ്. പെരിമീറ്റർ അല്ലേ, ചുറ്റളവാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. ചുറ്റുമുള്ള അളവ് പെരിമീറ്റർ, അതായത് ഇതിൻ്റെ ചുറ്റുള്ള അളവ് കൂട്ടി നോക്കിയാലും മതി, അല്ലെങ്കിൽ നമ്മുടെ ഇക്വേഷൻ വെച്ചിട്ട് ഇത് രണ്ടും കൂടി കൂട്ടിയിട്ട് അതിൻ്റെ ഡബിൾ എടുക്കുക അല്ലേ. ഈ 2 വശങ്ങളുടെ നീളം എന്താണ്, 6 സെൻറ്റിമീറ്റർ ആണ് ഒരു സൈഡ് 3 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ഈ സൈഡ് 6 ആയിരിക്കും, അതിൻ്റെ എതിർവശം ഓപ്പോസിറ്റ് സൈഡ് ഈ സൈഡ് 3 ആയിരിക്കും അല്ലേ. അപ്പോൾ 2 3 ഉണ്ടാവും, 2 6 ഉണ്ടാവും. അല്ലെങ്കിൽ ചുറ്റളവ് കാണാൻ ഇതെല്ലാം പാടെ കൂട്ടി നോക്കിയാൽ മതി അല്ലേ. ഓരോന്ന് 2 ഇതുണ്ടാവില്ലേ, 6 2 ഉണ്ടാവും, 6 6 2 എടുക്കുക, 3 3 2 എടുക്കുക, എന്നിട്ട് കൂട്ടി നോക്കുക. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം അല്ലേ, 6 3 ആദ്യം കൂട്ടുക, എന്നിട്ട് അതിൻ്റെ ഡബിൾ എടുക്കുക. അതന്നെയല്ലേ ഇത് 2 തവണയും. ഇത് 2 കൂട്ടിയിട്ട് അതിൻ്റെ ഡബിൾ എടുക്കുക അല്ലേ. 6 + 3 6 7 8 9, 9ൻ്റെ ഇരട്ടി അല്ലേ. 9 2 തവണ ഉണ്ട് അല്ലേ, 2 തവണ ഉണ്ട് ഈ 2 സംഖ്യകളും. അപ്പോൾ 9ൻ്റെ ഇരട്ടി ഡബിൾ എന്ന് പറയുന്നത് 9 9 18 അല്ലേ. അല്ലെങ്കിൽ 6 + 3 + 6 + 3 അതും എന്താണ് 18 ആണ്. എന്താ നമ്മൾ മനസ്സിൽ കണക്കാക്കാനാണ് പറഞ്ഞത്. അപ്പം നമുക്ക് ഏറ്റവും സിമ്പിൾ ഏതാണ്, 2 നമ്പർ. ഈ 2 നമ്പറും കൂട്ടുക, അതിനെ 2 കൊണ്ട് ഗുണിക്കുക. അത് ഇക്വേഷനാണ്. അപ്പോൾ ഇക്വേഷൻ ആയതുകൊണ്ട് ചുറ്റളവ് ചോദിച്ചാൽ അല്ലേ, പെരിമീറ്റർ ചോദിച്ചാൽ അല്ലേ, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു 2. നീളവും ഉയരവും എന്താണോ നിങ്ങൾക്ക് തന്നതില്ലേ, വശങ്ങളുടെ നീളം ഇൻറ്റു 2 അല്ലേ. വശങ്ങളുടെ നീളം എന്താണ് ആഡ് ചെയ്യുക, കൂട്ടുക, ഇൻറ്റു 2. അപ്പോൾ 13 7 അല്ലേ, 13 സെൻറ്റിമീറ്റർ 7 ആണ്. അപ്പോൾ ഇത് 2 കൂട്ടുക, അത് 2 തവണ ഉണ്ടാവും അല്ലേ. ഒരു ചതുരാകുമ്പോൾ 13 2 സൈഡ് ഉണ്ടാവും, 7 2 സൈഡ് ഉണ്ടാവും. അതായത് 2 കൂട്ടിയിട്ട് അതിൻ്റെ ഡബിൾ എടുക്കുക അല്ലേ, 2 വട്ടം ഉണ്ടാവും. അപ്പോൾ 13 എത്രയാണ്, 13 14 15 16 17 18 19 20. അപ്പോൾ 20ൻ്റെ ഡബിൾ 20 ഇൻറ്റു 2 എന്ന് പറയുന്നത് 40. 20 ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ എത്രയാണ്, നമ്പേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. 2 2 4 ആണ്. പിന്നെ എത്ര പൂജ്യം ഉണ്ട്, 1 പൂജ്യം. അങ്ങനെയാണ് സീറോസ് ഉള്ള കേസിൽ പൂജ്യങ്ങളുടെ ഗുണന പട്ടികൻ്റെ എളുപ്പമാണ് അല്ലേ, ഗുണന രീതിയാണ്. പൂജ്യങ്ങൾ 2 പൂജ്യം 200 ഇൻറ്റു 2 ആണെങ്കിൽ എന്താണ്, നമ്പേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ആക്കങ്ങൾ. എന്നിട്ട് എത്ര 2 പൂജ്യം ഉണ്ട്, 2 പൂജ്യം. ഇവിടെ 1 പൂജ്യം ഉള്ളൂ, അപ്പോൾ 1 പൂജ്യം ഇടുക. നെക്സ്റ്റ് 6 സെൻറ്റിമീറ്ററും 6 സെൻറ്റിമീറ്ററും. അപ്പോൾ 6 6 തമ്മിൽ കൂട്ടുക, 6 6 12 12 ഇൻറ്റു 2. 12ൻ്റെ ഇരട്ടി എത്രയാണ്, 24. 25 15 കൂട്ടിയാൽ എത്രയാണ്, 25 + 15 5 5 10 0 ബാലൻസ് 1 2 2 3 4 40. അപ്പോൾ 40ൻ്റെ ഇരട്ടി എന്ന് പറയുമ്പോൾ 40 ഇൻറ്റു 2 അതിൻ്റെ ഡബിൾ എടുക്കുക അല്ലേ. നമുക്ക് തന്ന വശങ്ങളുടെ നീളം കൂട്ടുക, എന്നിട്ട് അതിൻ്റെ ഇരട്ടി എടുക്കുക, ഇൻറ്റു 2 ചെയ്യുക. അപ്പോൾ ഇതിനെന്താണ് നമ്പേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. 4 2 8 അല്ലേ. എത്ര പൂജ്യം ഉണ്ട്, 1 പൂജ്യം ഉള്ള 1 പൂജ്യം. അപ്പോൾ 80 എന്ന് കിട്ടും, 80 എന്ന് കിട്ടും. നെക്സ്റ്റ് 34 മീറ്ററും 16 മീറ്ററും. അപ്പോൾ 34 16 കൂട്ടുക അല്ലേ, നമ്മളെ വശങ്ങളുടെ നീളം തമ്മിൽ കൂട്ടുക. 6 4 10 10ന് 0 ശിഷ്ടം അല്ലേ, ബാലൻസ് 1 3 1 4 5. അപ്പോൾ 50. 50ൻ്റെ ഇരട്ടി എത്രയാണ്, 50 ഇൻറ്റു 2 അല്ലേ, 100 നമുക്കറിയാം അല്ലേ. 5 2 10 ആണ്, പിന്നെ 1 പൂജ്യം അല്ലേ. ഈ പൂജ്യം 2 പൂജ്യം ഇടുന്ന വന്നത് 5 ഇൻറ്റു 2 എന്താണ് 10 ആണ്, ആ പൂജ്യമാണിത്. പിന്നെ 1 പൂജ്യം ഉള്ളത് അത് എഴുതുക 100. 50ൻ്റെ ഇരട്ടി എടുക്കുക, അതായത് 100. ഇനി നേരത്തെ കണ്ട ചതുരത്തിൻ്റെ പരപ്പളവ് കണക്കാക്കുന്നത് എങ്ങനെ, പരപ്പളവ് ഏരിയ എങ്ങനെ കണക്കാക്കാം. ഇതുവരെ നമ്മൾ ചുറ്റളവ് കാണാൻ അല്ലേ, ചുറ്റുമുള്ള അളവ്, അതായത് ഇത് 2 തവണ ഉണ്ടാവില്ലേ ചുറ്റുള്ളത്. അപ്പോൾ എന്താണ്, ഈ 2 വശങ്ങൾ തമ്മിൽ കൂട്ടിയിട്ട് അതിൻ്റെ ഇരട്ടിയില്ലേ ഡബിൾ എടുക്കണം, എന്നാലേ ഈ ചുറ്റുള്ള അളവ് കിട്ടുള്ളൂ. പക്ഷേ ഈ ഇതിൻ്റെ ഉള്ളിലുള്ള അളവ് കിട്ടാൻ എന്ത് ചെയ്താൽ മതി, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ചെയ്താൽ മതി അല്ലേ. 3 ഇൻറ്റു 5 15 3 5 15 അത്ര മതി അല്ലേ പരപ്പളവ് ഏരിയ കിട്ടാൻ. നമ്മൾ ആദ്യത്തെ മെത്തേഡിൽ എന്താണ്, ഇതിൻ്റെ ഉള്ളിൽ എത്ര ചതുരങ്ങളുണ്ട് നോക്കിയിട്ട് അത് എണ്ണി നോക്കലായിരുന്നു അല്ലേ. അതുപോലെ ചെയ്യുകയാണെങ്കിൽ എന്താണ്, അതിന് വശങ്ങളുടെ നീളം 1 സെൻറ്റിമീറ്ററായ സമചതുരങ്ങൾ എത്ര എണ്ണം ഇതിനുള്ളിൽ നിറക്കാം എന്ന് കണ്ടുപിടിക്കണം അല്ലേ. എത്ര സമചതുരങ്ങൾ ഒന്ന് വീതമുള്ള എത്ര എണ്ണം നിറക്കാം എന്ന് കണ്ടുപിടിക്കണം അല്ലേ. ആദ്യം ഇത്ര ചതുരങ്ങൾ താഴത്തെ വശത്തിനോട് ചേർത്ത് വെച്ച് നോക്കാം അല്ലേ. ഇവിടെ എത്ര 5 സെൻറ്റിമീറ്റർ ആകുമ്പോൾ 5 എണ്ണം വെച്ചൂടെ, 1 2 3 4 5 അല്ലേ. ഓരോ സെൻറ്റിമീറ്റർ 1 സെൻറ്റിമീറ്റർ വീതമുള്ള 5 സമചതുരങ്ങൾ വെക്കാം.
ഇതുപോലെ എത്ര വരികൾ മുകളിലേക്ക് വരക്കാം അല്ലേ? നമ്മൾ താഴെ 5 വരച്ചു, ഇവിടെ 3 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ 1 സെൻറ്റിമീറ്ററിൻ്റെ 3 വരച്ചാലല്ലേ 3 സെൻറ്റിമീറ്റർ ആവും. ഇങ്ങോട്ട് 3 വരക്കാം അല്ലേ? ഇവിടേക്കും 3 അല്ലേ? അങ്ങനെ ഇങ്ങനെ വരക്കുമ്പോൾ എത്ര എണ്ണം കിട്ടി? 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 15 തന്നെ കിട്ടിയില്ലേ? അതായത് ഉള്ളിലുള്ള ഈ അളവ് എന്ന് പറഞ്ഞാൽ ഈ വശങ്ങൾ ഗുണിക്കുന്നതാണ്. 3 × 5 അല്ലേ? 3 5 15 അല്ലേ? 15 തന്നെയാണ് അല്ലേ? അപ്പോൾ ചതുരത്തിൻ്റെ പരപ്പളവ് എത്രയാണ്? ഓരോ വരിയിലും 5 സമചതുരങ്ങൾ വീതം 3 വരികളിൽ, ഓരോ വരിയിലും 5 വീതം 3 വരികളുണ്ട്. അപ്പോൾ ആകെ 5ൻ്റെ 3 മടങ്ങില്ലേ? 5ൻ്റെ 3 മടങ്ങാണ് അല്ലേ? 1 5 5 2 5 10 3 5 15 അല്ലേ? 3 വരിയിൽ 5 വീതമാണുള്ളത്. അതായത് ഈ സൈഡിലുള്ള ഈ വശങ്ങളാണ് ഇവിടെ ഉണ്ടാവുക അല്ലേ? ഈ സൈഡിലുള്ളതാണ്. ഇത് രണ്ടും ഗുണിക്കുന്നതിന് തുല്യമാണ് 15. അതായത് നമുക്ക് പരപ്പളവ് ചോദിച്ചാൽ, ഏരിയ കാണാൻ ചോദിച്ചാൽ ഈ വശങ്ങളിലെ അത് ഇൻറ്റു ചെയ്താൽ മതി, മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അതായത് നീളം ഇൻറ്റു ഉയരം അല്ലേ? ഈ നീളവും ഉയരവും അല്ലേ? ഹൈറ്റ്, വിഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് അല്ലേ? ഈ വിഡ്ത്തും ഹൈറ്റും കൂടി മൾട്ടിപ്ലൈ ചെയ്യുക അല്ലേ? 5 × 3 അത്ര ചെയ്താൽ മതി. ഇങ്ങനെയൊക്കെ ചതുരം വരച്ചിട്ട് അതിൽ എത്ര ഉണ്ട്, ഉള്ളിൽ എത്ര ഉണ്ട് എണ്ണി നോക്കേണ്ട ആവശ്യമുണ്ടോ? ഈ വശങ്ങൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ മതി, ഗുണിച്ചാൽ മതി. 15 ചതുരശ്ര സെൻറ്റിമീറ്ററിലെ പരപ്പളവ് അല്ലെ? ഉള്ളിലുള്ള ഏരിയൻ്റെ യൂണിറ്റിലെ സ്ക്വയർ സെൻറ്റിമീറ്റർ എന്ന് യൂണിറ്റ് കൂട്ടി എഴുതണം. ഇതുപോലെ ചുവടെയുള്ള ചതുരത്തിൻ്റെ പരപ്പളവ് കണക്കാക്കാമോ? അപ്പോൾ ഈ സൈഡ് എന്താണ്? 2 ഈ സൈഡ് 6. അപ്പോൾ എന്താണ് ഇതിൻ്റെ പരപ്പളവ്? ഏരിയ എന്താണ്? 6 × 2 6 2 12 എന്ന് കിട്ടും. അതായത് ചതുരത്തിൻ്റെ പരപ്പളവ് വശങ്ങളുടെ നീളങ്ങളുടെ ഗുണനഫലമാണ്. പരപ്പളവ് ഏരിയ കാണാൻ വശങ്ങളുടെ നീളം അല്ലേ? ഇതൊരു നീളമാണ്, ഇതൊരു നീളമാണല്ലേ? വശങ്ങളുടെ നീളങ്ങളുടെ ഗുണനഫലമാണ്. അതായത് ഇത് രണ്ടും വശങ്ങൾ തമ്മിൽ ഗുണിക്കുന്നതിന് തുല്യമാണ് പരപ്പളവ് ഏരിയ. അതായത് 6 × 2 12 ചതുരശ്ര സെൻറ്റിമീറ്റർ അല്ലേ? 12 സ്ക്വയർ സെൻറ്റിമീറ്റർ. ഇവിടെ ഓർക്കേണ്ട കാര്യം, വശങ്ങളുടെ നീളം സെൻറ്റിമീറ്ററിലാണ് എടുക്കുന്നതെങ്കിൽ പരപ്പളവ് ചതുരശ്ര സെൻറ്റിമീറ്ററിലാണ്. ഇവിടെ സെൻറ്റിമീറ്ററിലാണെങ്കിൽ നമ്മൾ ചതുരശ്ര സെൻറ്റിമീറ്റർ. ഇനി വശങ്ങളുടെ നീളം മീറ്ററിലല്ലേ? ഇവിടെ സെൻറ്റിമീറ്റർ ആയതുകൊണ്ടാണ് നമ്മൾ ചതുരശ്ര സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞത്. ഇവിടെ 6 മീറ്ററാണ് നീളമെങ്കിൽ നമ്മൾ എന്തെടുക്കണം? അതിൻ്റെ പരപ്പളവ് എങ്ങനെ എടുക്കണം? 12 ചതുരശ്ര മീറ്റർ എന്നെടുക്കണം അല്ലേ? സ്ക്വയർ മീറ്റർ എന്ന് ആക്കണം. ഇനി പേജ് നമ്പർ 119 കണക്കുകൾ ചെയ്തു നോക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതൊന്ന് ചെയ്തു നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വശങ്ങളുടെ നീളം ചൂടെ പറയുന്നവ ആയ ചതുരങ്ങളുടെ പരപ്പളവ് കണക്കാക്കുക. വശങ്ങളുടെ നീളം തന്നിട്ടുണ്ട്, പരപ്പളവ് കാണാൻ എന്താണ്? വശങ്ങൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അതായത് ഉള്ളിലുള്ള ഏരിയ കാണാനാണ് ചോദിച്ചത്. ഏരിയ കാണാൻ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ് ഇക്വേഷൻ. അതായത് വശങ്ങൾ തമ്മിൽ ഗുണിക്കുക അല്ലേ? നീളം ഇൻറ്റു വീതി അല്ലേ? നീളവും വീതിയാണ് തന്നത് അല്ലേ? അപ്പോൾ വശങ്ങൾ എന്ന് പറഞ്ഞാൽ ഏതാണ്? നീളവും വീതിയാണ് തന്നത് അല്ലേ? 6 സെൻറ്റിമീറ്റർ നീളവും വീതി 3 സെൻറ്റിമീറ്ററും അല്ലേ? മേലേക്കുള്ള ഉയരം ഏതായിക്കോട്ടെ, വശങ്ങളുടെ നീളങ്ങൾ തമ്മിൽ ഗുണിക്കുക, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. അപ്പോൾ ഇതിൻ്റെ പരപ്പളവ് കാണാൻ, ഏരിയ കാണാൻ 6 × 3 ചുറ്റളവായിരുന്നു, ചുറ്റുള്ള അളവ് അല്ലേ? അപ്പോൾ എന്താണ്? 2 വീതം ഉണ്ടാവും ചുറ്റും അല്ലേ? 6 6 2 തവണ ഉണ്ടാവും, 3 3 2 തവണ ഉണ്ടാവും. അതെല്ലാം പാടെ കൂട്ടാന്ന് പറഞ്ഞാൽ ഇത് രണ്ടും കൂട്ടിയിട്ട് അതിൻ്റെ ഡബിൾ എടുക്കുക, ഇരട്ടി എടുക്കുക. ഇതെന്താണ്? പരപ്പളവാണ് കാണാൻ പറഞ്ഞത്, ഏരിയ ആണ്. ഏരിയ കാണാൻ എന്താണ്? ഉള്ളിലുള്ള അളവാണ് കാണേണ്ടത്. അപ്പോൾ വശങ്ങൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയാൽ മതി. ഉള്ളിൽ എത്ര ചതുരങ്ങളുണ്ട്, സമചതുരങ്ങളുണ്ട് എന്ന് എണ്ണി നോക്കാൻ എത്ര എണ്ണം ഉണ്ടായിരിക്കും? ഇത് തമ്മിൽ ഗുണിച്ചതിന് തുല്യമായിരിക്കും. അപ്പം 6 3 എത്രയാണ്? 1 6 2 6 12 3 6 18. 8 ചതുരശ്ര സെൻറ്റിമീറ്റർ എന്ന് പറയില്ലേ? സെൻറ്റിമീറ്ററിലാണ് അളവെങ്കിൽ ചതുരശ്ര സെൻറ്റിമീറ്റർ, മീറ്ററിലാണെങ്കിൽ ചതുരശ്ര മീറ്റർ, സ്ക്വയർ മീറ്റർ അല്ലേ? സ്ക്വയർ സെൻറ്റിമീറ്റർ എന്ന് വരും അല്ലേ? അപ്പോൾ 18 സ്ക്വയർ സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 18 ചതുരശ്ര സെൻറ്റിമീറ്റർ അല്ലേ? 18 ചതുരശ്ര സെൻറ്റിമീറ്റർ അല്ലേ? പരപ്പളവ് ഏരിയൻ്റെ യൂണിറ്റ് ചതുരശ്ര സെൻറ്റിമീറ്റർ ആണ് അല്ലേ? നമ്മുടെ ചുറ്റളവിന് സെൻറ്റിമീറ്റർ ആയിരുന്നു, പരപ്പളവ് ഏരിയ ഉള്ളിലുള്ള അളവിന് എന്താണ്? ചതുരശ്ര സെൻറ്റിമീറ്റർ കൂട്ടിയതാണ്. അപ്പോൾ 12 സെൻറ്റിമീറ്ററും 5 സെൻറ്റിമീറ്ററും. അപ്പം വശങ്ങൾ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് അല്ലേ? രണ്ട് വശങ്ങൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. 12 × 5 എത്രയാണ്? 12 × 5 എത്രയാണ്? 60. 60 ചതുരശ്ര സെൻറ്റിമീറ്റർ. സെൻറ്റിമീറ്ററിലായതുകൊണ്ട് സെൻറ്റിമീറ്റർ അല്ലേ? ചതുരശ്ര സെൻറ്റിമീറ്റർ എന്ന് എഴുതണം. 60 ചതുരശ്ര സെൻറ്റിമീറ്റർ, 60 സ്ക്വയർ സെൻറ്റിമീറ്റർ. നെക്സ്റ്റ് 10 സെൻറ്റിമീറ്ററും 10 സെൻറ്റിമീറ്ററും. അപ്പോൾ വശങ്ങളുടെ നീളം ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് 10 × 10 ഇല്ലേ? വശങ്ങൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. 10 × 10 എത്രയാണ്? 1 × 1 1 തന്നെയാണ്. പിന്നെ എത്ര 0 ഉണ്ട്? 2 0 ഉണ്ട്, 2 0 ഉണ്ട്. അപ്പോൾ 100. അപ്പോൾ 100 ചതുരശ്ര സെൻറ്റിമീറ്റർ അല്ലേ? പരപ്പളവിൻ്റെ യൂണിറ്റ്. ചതുരത്തിൻ്റെ ഇംഗ്ലീഷ് എന്താണ്? സ്ക്വയർ ആണല്ലേ? അപ്പോൾ ചതുരശ്ര സെൻറ്റിമീറ്റർ സ്ക്വയർ മീറ്റർ അല്ലേ? സ്ക്വയർ സെൻറ്റിമീറ്റർ അല്ലേ? സെൻറ്റിമീറ്ററിലാണ്. നെക്സ്റ്റ് ഇവിടെ 8 മീറ്ററും 5 മീറ്ററും ആണ്. അപ്പോൾ 8 5 എത്രയാണ്? 8 മീറ്ററും 5 മീറ്ററും ആണ്. സെൻറ്റിമീറ്റർ അല്ല, മീറ്ററാണ്. അപ്പോൾ വശങ്ങൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. പരപ്പളവ് ഏരിയ കാണാൻ 8 5 എത്രയാണ്? അപ്പോൾ 5 5 25 6 5 30 7 35 8 5 40 അല്ലേ? അപ്പോൾ 40 ചതുരശ്ര മീറ്റർ അല്ലേ? സെൻറ്റിമീറ്റർ അല്ല, മീറ്ററിലാണെങ്കിൽ അതിൻ്റെ യൂണിറ്റ് മീറ്ററിലാക്കണം. അപ്പോൾ 40 സ്ക്വയർ മീറ്റർ അല്ലേ? ചതുരശ്ര മീറ്റർ എന്ന് എഴുതണം. നെക്സ്റ്റ് 5-ാമത്തേത് 11 മീറ്ററും 7 മീറ്ററും. അപ്പോൾ 11
ഇൻറ്റു എ എത്രയാണ് അല്ലേ? 1 ഇൻറ്റു എ 7, 1 ഇൻറ്റു എ 77. 77 ചതുരശ്ര മീറ്റർ. മീറ്ററാണ് യൂണിറ്റ് അല്ലേ? മീറ്ററിൽ തന്നാൽ മീറ്റർ എന്ന് എഴുതണം. സ്ക്വയർ മീറ്റർ അല്ലേ? 77 സ്ക്വയർ മീറ്റർ അല്ലേ? മീറ്ററിൽ തന്നതിൻ്റെ യൂണിറ്റ് ചതുരശ്ര മീറ്റർ അല്ലേ? സെൻറ്റിമീറ്ററിലാണെങ്കിൽ ചതുരശ്ര സെൻറ്റിമീറ്റർ എന്ന് കൂട്ടിയെഴുതണം. ക്വസ്റ്റ്യൻ: ചുവടെ പറയുന്ന പരപ്പളവും ചുറ്റളവും ഉള്ള ചതുരങ്ങൾ വരക്കുക. അപ്പോൾ പരപ്പളവും ചുറ്റളവും തന്നിട്ടുണ്ട്. ഈ ചതുരം വരക്കാനാണ്, സ്ക്വയർ വരക്കാനാണ്. അപ്പോൾ താഴെ എന്താണ്? ചുറ്റളവും പരപ്പളവും അല്ലേ? പരപ്പളവും ചുറ്റളവും തന്നിട്ടുണ്ട്. ഈ ചതുരം അല്ലേ, ഈ റെക്റ്റാങ്കിൾ വരക്കാനാണ് പറഞ്ഞത്. നീളവും വീതിയും തന്നിട്ടുണ്ടെങ്കിൽ അല്ലേ, നീളവും വീതിയിലെ ഉയരവും വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ വരക്കാമായിരുന്നു. അതല്ല തന്നത്, ചുറ്റളവും പരപ്പളവും ആണല്ലേ. സ്ക്വയർ സെൻറ്റിമീറ്റർ, ചതുരശ്ര സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് ഏരിയ അല്ലേ, പരപ്പളവിൻ്റെ യൂണിറ്റാണ്. ഉള്ളിലുള്ള അളവിലെ പരപ്പളവിൻ്റെ യൂണിറ്റാണ് ചതുരശ്ര സെൻറ്റിമീറ്റർ. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം, ഈ 2 അല്ലേ, 12 ചതുരശ്ര സെൻറ്റിമീറ്റർ എന്നുള്ളത് പരപ്പളവാണ്. പിന്നെ ചുറ്റളവ് എന്താണ്? ചുറ്റളവ് സെൻറ്റിമീറ്ററിലാണ്. അപ്പോൾ ഈ രണ്ടാമത്തെ തന്നത് ചുറ്റളവുമാണ്. പരപ്പളവും ചുറ്റളവും തന്നിട്ട് എങ്ങനെ നമുക്ക് ചതുരം വരക്കാം, റെക്റ്റാങ്കിൾ വരക്കാം. അത് പരപ്പളവ് കാണാൻ ഉള്ളിലുള്ള ഈ അളവ് അല്ലേ, നമ്മുടെ ഏരിയ കാണാനുള്ള ഇക്വേഷൻ എന്താ? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. അപ്പോൾ വശങ്ങൾ തമ്മിൽ ഗുണിക്കുകയാണ്. അപ്പോൾ ഈ വശങ്ങൾ ഗുണിച്ചാൽ 12 കിട്ടണം അല്ലേ? പരപ്പളവ് ഇതിൻ്റെ ഒക്കെ 12 ആണ്. അപ്പോൾ ഈ വശങ്ങൾ, അപ്പോൾ ഏതൊക്കെ സംഖ്യകൾ ഗുണിക്കുമ്പോഴാണ് നമുക്ക് 12 കിട്ടുക എന്ന് നോക്കുക അല്ലേ? ഇവിടെയാണെങ്കിലോ ചുറ്റളവിന് എന്താണ്? ചുറ്റുമുള്ള അളവിന് എന്താണ്? ആ 2 വശങ്ങൾ കൂട്ടിയിട്ട് അതിൻ്റെ ഇരട്ടി ഡബിൾ എടുക്കണം. അപ്പോൾ നമ്മുടെ ചുറ്റളവ് എന്നാൽ ചുറ്റുമുള്ള അളവാണല്ലേ, പെരിമീറ്റർ ആണ്. പെരിമീറ്റർ കാണാൻ എന്താണ്? അതിൻ്റെ 2 സൈഡ് ഉണ്ടാവില്ലേ, ചുറ്റുമുള്ള അളവ്, ഈ 2 സൈഡ് 2 ഇരട്ടി ഉണ്ടാവില്ലേ. ഈ വശങ്ങളുടെ ഇരട്ടിയില്ലേ, അത് കൂട്ടിയിട്ട് അതിൻ്റെ ഇരട്ടി എടുക്കുക, ഡബിൾ എടുക്കുക അല്ലേ. അപ്പോൾ അങ്ങനെ കൂട്ടിയിട്ടും 14 കിട്ടണം. കൂട്ടിയിട്ട് ഇരട്ടി എടുക്കുമ്പോൾ അല്ലേ, ഗുണിക്കുമ്പോൾ 12 കിട്ടുന്ന 2 നമ്പേഴ്സ് എടുക്കുക. ആ 2 നമ്പേഴ്സ് ആയിരിക്കും വശങ്ങൾ. അത് വെച്ചിട്ട് ചതുരം വരക്കാം. അത് നമുക്ക് 12 കിട്ടുന്ന സംഖ്യകൾ നോക്കാം അല്ലേ. അതായത് ഗുണിക്കുമ്പോൾ അല്ലേ, പരപ്പളവാണ് ഏരിയ അല്ലേ, അത് 12 ആണ് ഇവിടെയൊക്കെ വരുന്നത് അല്ലേ, 3 എണ്ണത്തിൽ. അപ്പോൾ 12 വരുന്ന നമ്പേഴ്സ് ഏതൊക്കെയാണ്? ഏതൊക്കെ സംഖ്യകൾ ഗുണിക്കുമ്പോഴാണ് 12 കിട്ടുക? 2 ഇൻറ്റു 1 എന്താണ്? 12 ആണ് അല്ലേ. പിന്നെ എങ്ങനെ 12 കിട്ടുക? 6ൻ്റെ ഡബിൾ അല്ലേ 12. 6 ഇൻറ്റു 2ഉം 12 ആണല്ലേ. 1 6 6, 2 6 12. പിന്നെ ഏതാണ് 12 കിട്ടുക? 3 ഇൻറ്റു 4 അല്ലേ. 1 4 4, 2 4 8, 3 4 12 അല്ലേ. 3 ഇൻറ്റു 4ഉം 12 ആണ്. അപ്പോൾ ഇങ്ങനെ ഇതിലേതോ ഒരു നമ്പർ ആയിരിക്കും ഇത് അല്ലേ, വശങ്ങളിലെ വശങ്ങൾ. ഒന്നെങ്കിൽ 6 2 ഉള്ള വശങ്ങളായിരിക്കും, അല്ലെങ്കിൽ 3 4 വശങ്ങൾ, അല്ലെങ്കിൽ 12 1 ആയിരിക്കും വശങ്ങളിലെ. അപ്പോൾ ഇത് തമ്മിൽ ഗുണിക്കുമ്പോൾ ഒക്കെ നമുക്ക് 12 കിട്ടുന്നുണ്ട്. പക്ഷേ എന്തുകൂടി ഉണ്ട് കണ്ടീഷൻ അല്ലേ? ചുറ്റളവ് 14 ആവണം. അതായത് 14 ആവണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ വശങ്ങൾ കൂട്ടിയിട്ട് അതിൻ്റെ ഇരട്ടി എടുക്കുമ്പോൾ 14 ആവണം. അതല്ലേ നമ്മൾ ചുറ്റളവ് കാണാൻ ചെയ്യൽ, ചുറ്റുമുള്ള അളവ് കാണാൻ ഈ വശങ്ങൾ തമ്മിൽ ഇൻറ്റു ചെയ്ത് നമുക്ക് 12 കിട്ടും. ഓക്കെ, 12 + 1 13. 13ൻ്റെ ഇരട്ടി എടുക്കുമ്പോൾ 14 ആണോ? അല്ല. അപ്പോൾ അതല്ല. വശങ്ങളിൽ 6 + 2 12 ആണ്. 12ൻ്റെ ഇരട്ടി എടുക്കുമ്പോഴും 14 അല്ല. ഇനി 3ഉം 4ഉം കൂട്ടി നോക്കൂ. 3 + 4 4 5 6 7. ഏഴിൻ്റെ ഇരട്ടി 7 ഇൻറ്റു 2 എന്താണ്? 14 ആണ്. അപ്പോൾ നമ്മുടെ നമ്പേഴ്സ് ഏതാണ്? ഈ ലാസ്റ്റുള്ള ഈ നമ്പറാണ് അല്ലേ. അല്ലേ സൈഡ്സ് അല്ലേ 4, വലിയ സൈഡ്, ചെറിയ സൈഡ് 3 ആയിരിക്കും അല്ലേ. 3ഉം 4ഉം എടുത്താൽ നമ്മുടെ ചുറ്റളവ് എന്താണ്? പരപ്പളവ് എന്താണ്? ഏരിയ എന്താണ്? 3 ഇൻറ്റു 4 12 ആണ്. 12 ചതുരശ്ര സെൻറ്റിമീറ്റർ. അത് ശരിയായി. ഇനി ഇതിൻ്റെ 14 സെൻറ്റിമീറ്റർ ആണ് ചുറ്റളവ് അല്ലേ. ചുറ്റുമുള്ള അളവ്, ചുറ്റളവ് പെരിമീറ്റർ കാണാൻ ഈ 2 സൈഡ്സ് കൂട്ടിയിട്ട് അതിൻ്റെ ഡബിൾ എടുക്കുക. അല്ലെങ്കിൽ 4ഉം 4ഉം അല്ലേ, ഇവിടെയും 4 ആയിരിക്കും, ഇവിടെയും 3 ആയിരിക്കും അല്ലേ. 4ഉം 4ഉം 8, 3ഉം 3ഉം 6, 8ഉം 6 എത്രയാണ്? 8ഉം 6ഉം 14. അപ്പോൾ 14 എന്ന് കിട്ടിയില്ലേ. അല്ലെങ്കിൽ എങ്ങനെയാണ് അല്ലേ, 4 ഈ വശങ്ങൾ തമ്മിൽ കൂട്ടുക അല്ലേ. 4ഉം 3ഉം 4 5 6 7 അല്ലേ. ഈ എ എന്താണ്? 2 തവണ 4ഉം ഉണ്ടാവും, 2 തവണ 3ഉം ഉണ്ടാവും. അതായത് ഇതിൻ്റെ ഡബിൾ എടുക്കണം. അപ്പോൾ ഈ എയിൻ്റെ ഡബിൾ എന്ന് പറഞ്ഞാൽ എ ഇൻറ്റു 2 അല്ലേ. 2 14. അപ്പോൾ ഫസ്റ്റത്തെ ക്വസ്റ്റ്യനുള്ള ഉത്തരം ആൻസർ ഇതാണ്. അപ്പോൾ ഇങ്ങനെ 4 സെൻറ്റിമീറ്റർ അളന്നിട്ട് നിങ്ങൾ ഒരു സ്കെയിൽ എടുത്തിട്ട് വരക്കുക. അങ്ങോട്ട് 3ഉം എടുത്ത് വരച്ചിട്ട് ഒരു ചതുരം വരക്കാനാണ് പറഞ്ഞത്. അപ്പോൾ ചുറ്റളവ് 14 സെൻറ്റിമീറ്ററും 12 ചതുരശ്ര സെൻറ്റിമീറ്റർ പരപ്പളവിലെ ഉള്ളിലുള്ള അളവുമായിട്ടുള്ള ചതുരം നമ്മൾ വരച്ചു. നമുക്കറിയാം എയിൻ്റെ ഇരട്ടിയാണ് 14 എന്നുള്ളത് അല്ലേ. അപ്പോൾ എ കൂട്ടിയാൽ കിട്ടുന്ന 2 നമ്പേഴ്സ് എടുത്താൽ മതി അല്ലേ. സെക്കൻഡ് ക്വസ്റ്റ്യൻ 12 ചതുരശ്ര സെൻറ്റിമീറ്റർ ആണ് പരപ്പളവ് ഏരിയ എന്ന് പറയുന്നത്. 16 സെൻറ്റിമീറ്റർ ആണ് ചുറ്റളവ്. 12 ചതുരശ്ര സെൻറ്റിമീറ്റർ ആണ് പരപ്പളവ് ഏരിയ. അതായത് വശങ്ങൾ ഗുണിച്ചാൽ 12 കിട്ടണം. അതായത് ഈ വശങ്ങൾ തമ്മിൽ ഗുണിച്ചാൽ 12 കിട്ടുന്ന നമ്പേഴ്സ് ഞാനിവിടെ ആദ്യം എഴുതിയത് അല്ലേ. 12 ഇൻറ്റു 1 12 ആണ്. 6 6 2 12 ആണ്. 4 3ഉം 12 ആണ്. അപ്പം ഗുണിച്ചാൽ ഈ വശങ്ങൾ ഗുണിച്ചാൽ 12 കിട്ടുന്ന നമ്പേഴ്സാണ്. അപ്പോൾ അത് നമ്മൾ ഇനി നോക്കണ്ട. ഇനി എന്താണ് ചുറ്റളവ്? നമ്മുടെ പെരിമീറ്റർ 16 കിട്ടണം.
അതായത് ഈ വശങ്ങൾ കൂട്ടിയിട്ട് അതിൻ്റെ ഡബിൾ എടുത്താൽ 16 കിട്ടണം. ഏത് സംഖ്യൻ്റെ ഡബിളാണ് 16 അല്ലേ? 14 ഏഴിൻ്റെ ഡബിളായിരുന്നു. 16 8 8 അല്ലേ 16, ഒരെട്ടെട്ട് 2 8 16. അപ്പോൾ 8 കിട്ടൽ ഇതിൽ ഏതൊക്കെ സംഖ്യകൾ കൂട്ടിയാലാണ്? ഇത് കൂട്ടിയാൽ 8 കിട്ടുമല്ലോ. 6ഉം 2ഉം കൂട്ടിയാൽ 8 കിട്ടില്ലേ? 6 7 8 അല്ലേ? ഈ വശങ്ങൾ കൂട്ടിയിട്ട് അതിൻ്റെ ഡബിൾ എടുക്കുക അല്ലേ? അപ്പോൾ 6ഉം 2ഉം കൂട്ടിയാൽ 8 കിട്ടി. 8ൻ്റെ ഇരട്ടി എത്രയാണ്? 16 അല്ലേ? അപ്പോൾ 16 കിട്ടിയില്ലേ? 6ഉം 2ഉം ആണ് വശങ്ങളുള്ള ചതുരം വരക്കണം അല്ലേ? അപ്പോൾ 6ഉം 2ഉം വശങ്ങളുള്ള ഒരു ചതുരം, ഒരു റെക്റ്റാങ്കിൾ നിങ്ങൾ അളന്നിട്ട് വരക്കുക അല്ലേ? ഇതിൻ്റെ ചതുരശ്ര സെൻറ്റിമീറ്റർ അല്ലേ പരപ്പളവ് അല്ലേ? ഏരിയ എന്താണ്? ഏരിയ എന്നാൽ വശങ്ങൾ തമ്മിൽ മൾട്ടിപ്ലൈ 6 2 12. അത് ശരിയാണ്. ഇനി 16 എന്നുള്ളത് ചുറ്റളവാണ്. ചുറ്റുമുള്ള അളവ് കാണാൻ വശങ്ങൾ കൂട്ടിയിട്ട് അതിൻ്റെ ഇരട്ടി എടുക്കുക അല്ലേ? 2 തവണ ഉണ്ടാവും ഈ വശങ്ങൾ. അപ്പോൾ ഇത് തമ്മിൽ കൂട്ടിയിട്ട് ഈ വശങ്ങളും അതേപോലെ ഉണ്ടാവില്ലേ? അതിൻ്റെ ഇരട്ടി എടുക്കുക. 6ഉം 2ഉം കൂട്ടിയാൽ 6 + 2 8. ഈ 8ൻ്റെ ഇരട്ടിയില്ലേ? 8 × 2 16. 8 ഒരെട്ടെട്ട് 2 8 16 അല്ലേ? അപ്പോൾ അതിൻ്റെ ചുറ്റളവ് 16ഉമായിട്ടുള്ള ചതുരം അല്ലേ? റെക്റ്റാങ്കിളാണ് ഇത് രണ്ടാമത്തത്. അപ്പോൾ അളന്നിട്ട് വരക്കണേ. ഞാനൊരു അളവ് എഴുതിയെന്നുള്ളൂ. മൂന്നാമത്തെ ചോദ്യം 12 ചതുരശ്ര സെൻറ്റിമീറ്റർ പരപ്പളവ് അല്ലേ? ചതുരശ്ര സെൻറ്റിമീറ്റർ എന്നുള്ള യൂണിറ്റ് കണ്ടിട്ടാണ് നമ്മളിത് പരപ്പളവ് ഏരിയ ആണെന്ന് മനസ്സിലാക്കിയത്. 26 സെൻറ്റിമീറ്റർ ചുറ്റളവുള്ള ചതുരമാണ് വരക്കേണ്ടത്. അപ്പോൾ ഇനി 12 കിട്ടുന്ന ഒരു സംഖ്യ ഇതാണല്ലേ? 12 × 1 കൂടിയുള്ളൂ. ഇത് 2 നമ്മൾ എടുത്തു. അപ്പോൾ ഇതൊന്ന് എടുത്തു നോക്കാം അല്ലേ? അപ്പോൾ വശങ്ങൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 12 കിട്ടുന്നുണ്ട്. ഇനി ചുറ്റളവ് എന്ന് പറഞ്ഞാൽ എന്താണ്? വശങ്ങൾ തമ്മിൽ കൂട്ടിയിട്ട് അതിൻ്റെ ഇരട്ടി എടുക്കുക. 12ഉം ഇവിടെ 1 ആണല്ലേ? 12 1 ആണ്. ഈ നമ്പേഴ്സാണ് വശങ്ങളെങ്കിൽ 12 1 ഗുണിക്കുമ്പോൾ നമുക്ക് പരപ്പളവ് കിട്ടും. പരപ്പളവ് കിട്ടാൻ വശങ്ങൾ ഗുണിക്കുക. ചുറ്റളവ് കിട്ടാൻ വശങ്ങൾ തമ്മിൽ കൂട്ടിയിട്ട് അതിൻ്റെ ഇരട്ടി എടുക്കുക. ഇരട്ടി എടുക്കാൻ കാരണം ഇതും 2 ഉണ്ടാവും. ഈ സൈഡിലെ ചുറ്റുമുള്ള അളവ് എടുക്കണം ചുറ്റളവ്. അപ്പോൾ ഇത് 2 എണ്ണം വീതം ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഇത് 2ഉം കൂട്ടിയിട്ട് അതിൻ്റെ ഇരട്ടി എടുക്കുക. അപ്പോൾ 12ഉം 1ഉം കൂട്ടിയാൽ എത്രയാണ്? 12 + 1 13. ആ 13ൻ്റെ ഡബിൾ ഇരട്ടി എന്ന് പറഞ്ഞാൽ എത്രയാണ്? 3 × 2 6. 1 × 2 2 26. അപ്പോൾ 26 കിട്ടിയില്ലേ? 26 സെൻറ്റിമീറ്റർ ആണ് ഇതിൻ്റെ ചുറ്റളവ്, ചുറ്റുമുള്ള അളവ്. അപ്പം 12 1 എടുത്താൽ നമുക്ക് ചുറ്റളവ് 26 സെൻറ്റിമീറ്ററും നമ്മുടെ പരപ്പളവ് ഏരിയ ഉള്ളിലുള്ള അളവ് 12 ചതുരശ്ര സെൻറ്റിമീറ്ററും കിട്ടും. അപ്പോൾ ആ 2 നമ്പേഴ്സ് വശങ്ങൾ ഏതൊക്കെയാണ്? 12ഉം 1ഉം എടുത്തിട്ട് ഒരു ചതുരം വരക്കുക, ഒരു റെക്റ്റാങ്കിൾ വരക്കുക. മൂന്നാമത്തത് 5 ചതുരശ്ര സെൻറ്റിമീറ്റർ. 5 ആണ് അതിൻ്റെ പരപ്പളവ്, ചുറ്റുമുള്ള അളവ്. അപ്പോൾ എന്താണ്? 2 നമ്പേഴ്സ് ഗുണിച്ചാൽ 5 കിട്ടണം അല്ലേ? ഈ വശങ്ങൾ ഈ സൈഡും ഗുണിക്കുമ്പോൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 5 കിട്ടണം. 12 സെൻറ്റിമീറ്ററാണ് അതിൻ്റെ ചുറ്റളവ്. ചുറ്റളവ് ഈ 2 വശങ്ങൾ കൂട്ടിയിട്ട് അതിൻ്റെ ഡബിൾ എടുക്കുമ്പോൾ 12 കിട്ടണം. അപ്പോൾ ഒരു ചെറിയ സംഖ്യ ആയിരിക്കും അല്ലേ? കൂട്ടിയിട്ട് അതിൻ്റെ ഡബിൾ 12 കിട്ടുക എന്ന് പറയുമ്പോൾ നമുക്ക് 5 കിട്ടുക എന്ന് പറയുമ്പോൾ ഇവിടെ 5ഉം 1ഉം എടുത്താലില്ലേ? 2 വശങ്ങൾ എടുത്താൽ 5 1 എന്താണ്? 1 5 5 തന്നെ കിട്ടിയില്ലേ അല്ലേ? അതിൻ്റെ വശങ്ങൾ തമ്മിൽ ഗുണിക്കുമ്പോൾ 5 തന്നെ കിട്ടണം അല്ലേ? വശങ്ങൾ തമ്മിലില്ലേ നീളം ഇൻറ്റു വീതി, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ചെയ്താൽ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ചെയ്താൽ ഈ 5 കിട്ടണം അല്ലേ? അതാണ് എന്ത്? പരപ്പളവ് ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ ഏരിയ ഈ വശങ്ങൾ ഗുണിക്കുമ്പോൾ നമുക്ക് 5 കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് ഇത് 2ഉം കൂടി കൂട്ടിയിട്ട് അതിൻ്റെ ഡബിൾ എടുക്കണം അല്ലേ? ഈ വശം 5 ആയിരിക്കും, ഈ വശം 1 ആയിരിക്കും. അതാണ് ഇത് 2 കൂട്ടിയിട്ട് അതിൻ്റെ ഡബിൾ. ഇത് 2 തവണ ഉണ്ടാവും. ഇത് 2 കൂട്ടിയാൽ എത്രയാണ്? 1 + 5 6. 6ൻ്റെ ഡബിൾ ഇരട്ടി എത്രയാണ്? 6 2 12. 12 കിട്ടിയില്ലേ? അപ്പോൾ 12 കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചതുരം ഏതാണ്? ഇതാണ്, റെക്റ്റാങ്കിളാണ്. 1ഉം 5ഉം വശങ്ങളാണ്. അഞ്ചാമത്തെ ചോദ്യം 8 ചതുരശ്ര സെൻറ്റിമീറ്ററും 12 സെൻറ്റിമീറ്ററും ചെയ്യുമ്പോൾ 8 കിട്ടുന്ന 2 നമ്പേഴ്സ് വശങ്ങൾ ഏതായിരിക്കും? 4 2 എടുത്ത് നോക്കൂ. 4 2 8 അല്ലേ? ജസ്റ്റ് എടുത്ത് നോക്കുക. 4 2 8 ആണ് അല്ലേ? 4 2 8 ആണ്. അപ്പോൾ വശങ്ങൾ തമ്മിൽ ഗുണിച്ചപ്പോൾ നമുക്ക് 8 കിട്ടി. അപ്പോൾ പരപ്പളവ് 8, ഏരിയ 8 എന്ന് കിട്ടി. ഇനി 12 കിട്ടണം ചുറ്റളവ്. ഈ വശങ്ങൾ കൂട്ടിയിട്ട് അതിൻ്റെ ഇരട്ടി ഡബിൾ എടുക്കുമ്പോൾ 12 കിട്ടണം. കിട്ടുന്നില്ല നോക്കൂ. വശങ്ങൾ ഏതൊക്കെയാണ്? 2ഉം 4ഉം. വശങ്ങൾ കൂട്ടുക. 2 4 എത്ര? 4 5 6. 6ൻ്റെ ഡബിൾ ഇരട്ടി, അതായത് 2 കൊണ്ട് ഗുണിച്ചാൽ 6 2 12. 1 6 2 6 12. അപ്പോൾ അതങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എന്താണ്? 12 സെൻറ്റിമീറ്റർ ചുറ്റളവ് കിട്ടിയില്ലേ? പെരിമീറ്റർ 12 എന്നും കിട്ടി. അപ്പം 4ഉം 2ഉം വശങ്ങൾ എടുത്തിട്ട് ചതുരം വരക്കുക, റെക്റ്റാങ്കിൾ വരക്കുക. ലാസ്റ്റത്തത് ആറാമത്തത് 9 ചതുരശ്ര സെൻറ്റിമീറ്റർ പരപ്പളവ് കിട്ടണം. അപ്പോൾ 2 നമ്പേഴ്സ് ഗുണിക്കുമ്പോൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 9 കിട്ടണം അല്ലേ? അത് ആ 2 നമ്പേഴ്സ് ആഡ് ചെയ്തിട്ട് അതിൻ്റെ ഇരട്ടി എടുക്കുമ്പോൾ 12ഉം കിട്ടണം. അതാണ് ചുറ്റളവ്. 2 നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്താൽ 9 കിട്ടുക എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിൽ ഫസ്റ്റ് 3 9 ആണല്ലേ? 3 × 3 3 3 3 9 അല്ലേ? 3 9 ആണെന്ന് നമുക്കറിയാം. അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 വശങ്ങൾ ഗുണിക്കുമ്പോൾ 9 കിട്ടി. ഇനി ഈ 2 വശങ്ങൾ ആഡ് ചെയ്തിട്ട് അതിൻ്റെ ഇരട്ടി എടുക്കുമ്പോൾ 12 കിട്ടണം അല്ലേ? ചുറ്റളവ് 12 എന്ന് കിട്ടണം. ഈ 2 വശങ്ങൾ കൂട്ടി നോക്കിയാൽ എത്രയാണ്? 3 + 3 എത്രയാണ്? 6. 6ൻ്റെ ഇരട്ടി എത്രയാണ്? 6 × 2 1 6 2 6 12. 12 കിട്ടിയില്ലേ? ഇവിടെ എല്ലാത്തിനും 6 × 2 തന്നെയാണ് വരുന്നത് 12 കിട്ടാൻ.
അല്ലേ. അപ്പോൾ ആ 6 കിട്ടാൻ ഏതൊക്കെ രണ്ട് നമ്പേഴ്സ് കൂട്ടുമ്പോഴാണ് 6 കിട്ടുക. 5+1 6ആണ്, 4+2 6ആണ്, 3+3 6ആണ്. അപ്പോൾ ഈ രണ്ട് വശങ്ങൾ കൂട്ടുമ്പോൾ 6 കിട്ടുന്ന സംഖ്യകൾ എടുത്താൽ ഇവിടെ വശങ്ങൾ തമ്മിൽ കൂട്ടുമ്പോൾ നമ്മൾ 3 3 എടുത്തു അല്ലേ വശങ്ങൾ. അപ്പോൾ 6 കിട്ടി. നേരത്തേൽ നമ്മൾ എന്താണ് എടുത്തത്? 4ഉം 2ഉം 6ആയിരുന്നു. പിന്നെന്താണ് 5ഉം 1ഉം 6ആണ് അല്ലേ. ഈ 6ൻ്റെ ഒക്കെ ഡബിൾ ഇരട്ടി എടുക്കുമ്പോഴാണ് ഇവിടെ 12 കിട്ടേണ്ടത്. വശങ്ങൾ കൂട്ടിയിട്ട് അതിൻ്റെ ഡബിൾ അല്ലേ. ഈ സൈഡിലും ഉണ്ടാവും 3ഉം 3ഉം അല്ലേ. 3+3 6, 6 7 8 9 10 11 12. അതാണ് ചുറ്റുമുള്ള അളവാണ് ചുറ്റളവ്. ചുറ്റളവ് കാണാൻ രണ്ട് വശങ്ങൾ തമ്മിൽ കൂട്ടിയിട്ട് അതിൻ്റെ ഇരട്ടി എടുക്കുക. ഈ സൈഡും അതന്നെ ആയിരിക്കും. രണ്ട് വശങ്ങൾ കൂട്ടിയിട്ട് അതിൻ്റെ ഡബിൾ ഇൻറ്റു 2 ചെയ്യുമ്പോൾ നമുക്ക് 12 കിട്ടണം. അതായത് 6 അല്ലേ. ഈ വശങ്ങൾ കൂട്ടുക എന്ന് പറഞ്ഞാൽ 3+3 6, 6 ഇൻറ്റു 2 12. 12 കിട്ടിയില്ലേ. നമുക്ക് എന്താണ് രണ്ട് വശങ്ങൾ ഇൻറ്റു ചെയ്യുമ്പോൾ ഈ നമ്പേഴ്സ് കിട്ടണം അല്ലേ. അപ്പോൾ ആ രണ്ട് വശങ്ങൾ ഏതൊക്കെ രണ്ട് നമ്പേഴ്സ് ഗുണിക്കുമ്പോഴാണ് നമുക്ക് ഈ ഫസ്റ്റുള്ള അല്ലേ ഈ പരപ്പളവ് കിട്ടൽ രണ്ട് നമ്പേഴ്സ് രണ്ട് വശങ്ങൾ ഗുണിക്കുമ്പോഴാണ്. 9 കിട്ടാൻ ഏതൊക്കെ രണ്ട് നമ്പേഴ്സ് ഗുണിക്കുമ്പോഴാണ് 9 കിട്ടുക അല്ലേ. 3 3 9 ആണ് അല്ലേ. 3 3 ഗുണിക്കുമ്പോഴാണ് 9 കിട്ടുക. അപ്പോൾ വശങ്ങൾ 3 3 ഉള്ള എന്താണ് 3 3 ആണല്ലേ. അപ്പോൾ എന്താണ് സമചതുരാണ്, നമ്മളെ സ്ക്വയർ ആയിരിക്കും. അപ്പോൾ 3 3 എല്ലാ വശങ്ങളും 3 ഉള്ള ഒരു സ്ക്വയറാണ് വരക്കേണ്ടത്. ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പോൾ ഇനി നമുക്ക് അതിൻ്റെ അടുത്ത വീഡിയോയിൽ കാണാം. അതായത് മറ്റു ചില രൂപങ്ങൾ അല്ലേ. ഇതിൻ്റെ നമ്മളെ സ്ക്വയേഴ്സിലെ റെക്റ്റാങ്കിളിൻ്റെ തന്നെ വേറെ രൂപങ്ങളില്ലേ. ഇപ്പോൾ ചതുരങ്ങളുടെ തന്നെ വേറെ രൂപങ്ങൾ, അതായത് രണ്ട് ചതുരങ്ങൾ ചേർത്ത് വെച്ചത്, അതൊക്കെ നമുക്ക് ചേർത്ത് വെച്ചാൽ അതിൻ്റെ പരപ്പളവ് ചുറ്റളവ് ഏരിയ പെരിമീറ്ററൊക്കെ എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതും അതെ അതിൻ്റെ കുറച്ച് എക്സസൈസ് പ്രോബ്ലംസുമാണ് ഇനി ബാക്കിയുള്ളത്. പേജ് നമ്പർ 123. അത് നമുക്ക് പാർട്ട് 2 ആയിട്ട് അപ്ലോഡ് ചെയ്യാം. പാർട്ട് 2 ലഭിക്കുന്നതിനായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തിയാൽ ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. ക്ലാസ്സിലെ കുട്ടികളുടെ മാത്സിലെ മുമ്പുള്ള ചാപ്റ്റേഴ്സും എൻ്റെ ചാനലിൽ നോക്കിയാൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതുപോലെ ഇംഗ്ലീഷ് ഒട്ടും അറിയാത്തവർക്ക് ഓരോ വേർഡ്സും മലയാളത്തിൽ എഴുതി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്.